ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2026 ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു സർവൈവൽ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഇത് ഡെവിൾസ് മൗത്ത് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട അതേ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ കഥയെ പറ്റി അധികമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇതിൽ കാണാനും എൻജോയ് ചെയ്യാനും ആ ഒരു ത്രില്ലർ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും ഒരുപാടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കഥ കണ്ട് തന്നെ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾ കേൾക്കാതെ നിങ്ങൾ തയ്യാറാണെങ്കിൽ കഥ പറയാനായിട്ട് ഞാനും തയ്യാറാണ്. അപ്പോൾ എങ്ങനെ അധികം താമസിക്കാതെ നമുക്ക് നേരെ ഇന്നത്തെ ആ ഒരു സ്റ്റോറിയിലേക്ക് പോയാലോ. ഈ കഥ തുടങ്ങുന്നത് തായ്ലൻഡിൽ നിന്നാണ്. ഇപ്പൊ കാണിക്കുമ്പോൾ ഒരു 5 സുഹൃത്തുക്കൾ ഈ തായ്ലൻഡിലേക്ക് ട്രിപ്പിന് വന്നേക്കാണ്. അപ്പോൾ അവരാരൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തേത് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ സാറ, രണ്ടാമത്തേത് സാറയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് മാക്സ്, അത് കഴിഞ്ഞിട്ട് റോസ് എന്ന് പറഞ്ഞ ഒരു പെണ്ണും അവളുടെ കാമുകനായിട്ടുള്ള ഗ്രേഗ്, പിന്നെ മാക്സിന്റെ കാമുകനായിട്ടുള്ള ജെയിംസ്. ഇതിൽ നമ്മുടെ സാറ മാത്രമാണ് സിംഗിള്. അങ്ങനെ ഇവരെല്ലാവരും ആ ഒരു ബോട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് ഇവർക്ക് അടുത്തുള്ള വലിയ മലകളും അതേപോലെ തന്നെ കേവ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരൊരു ബോട്ട് ബുക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ മാക്സിന് ഒരു പ്രത്യേകതയുണ്ട്, അവളെല്ലാവരോടും നല്ലതുപോലെ സംസാരിച്ച് അവരെ പെട്ടെന്ന് വശത്താക്കി എടുക്കും. അതുപോലെ ഇവിടെ കിടക്കുന്ന ഒരു വലിയ ബോട്ടുണ്ട്, അത് ബുക്ക് ചെയ്യാൻ വേണ്ടി അവൾ ആ ഒരു ബോട്ട് ഓണറോട് കുറേ നേരം സംസാരിച്ച് അവസാനം അയാളെ കറക്കിയെടുത്ത് ഇപ്പൊ ഇവരെല്ലാവരും ആ ഒരു ബോട്ടിൽ തന്നെ പോകാനായിട്ട് തയ്യാറാവുകയാണ്. അപ്പോൾ ഇതിലെ റോസും ഗ്രേഗും ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും എപ്പോഴും പ്രണയിച്ചാണ് നടക്കുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്കുള്ള ഉമ്മവയ്പ്പും കെട്ടിപ്പിടുത്തവും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇവരെല്ലാവരും ആ ഒരു വലിയ ബോട്ടിൽ കടലിനുള്ളിലേക്ക് പോകുന്നു. അങ്ങനെ ആ ഒരു ബോട്ടിൽ പോകുമ്പോൾ തന്നെ ബോട്ടിലുള്ള ആഘോഷം അതേപോലെ തന്നെ വെള്ളമടി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡാൻസ് പാർട്ടി ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് ഇവർ ബോട്ട് അവിടെ അടുത്ത് നിർത്തിയിട്ടിട്ട് ഇപ്പോൾ നമ്മുടെ സാറയും മാക്സും താഴെ ഇരുന്ന് സംസാരിക്കും. എന്താണെന്ന് വെച്ചാൽ മാക്സ് ഇപ്പോൾ എന്തോ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നെന്നും നമ്മുടെ സാറയെ ആ ഒരു ജോലിക്കായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ സാറ അവൾക്ക് അതിനോട് വലിയ താല്പര്യമില്ല എന്ന് പറയും. അതുപോലെ നമ്മുടെ സാറയും മാക്സും ഇവർ രണ്ടുപേരും കുട്ടിക്കാലം മുതൽ തന്നെ ഒരുമിച്ചാണ് വളർന്നത്. അതുകൊണ്ട് രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് ഇപ്പോൾ നമ്മുടെ സാറ മാക്സിനെ നീന്താനായിട്ട് വിളിക്കും. അപ്പോൾ അവൾ പറയും, ഇല്ല ഞാനിപ്പോൾ എന്തായാലും നീന്തുന്നില്ല, നീ പോയിക്കോന്നും പറഞ്ഞിട്ട് നമ്മുടെ സാറ ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങി അവൾ അവിടെ നീന്താണ്. അപ്പോൾ മാക്സ് നേരെ മുകളിലേക്ക് പോയിട്ട് ബാക്കിയുള്ളവരുണ്ടല്ലോ അവരെല്ലാവരും അവിടെ ഇരുന്നിട്ട് എന്തോ ഒരു ഗെയിം കളിക്കുന്നു. അങ്ങനെ എല്ലാവരും അവിടെ ഇരുന്ന് ഗെയിമെല്ലാം കളിച്ചിട്ട് അവരുടെ ശ്രദ്ധ മുഴുവൻ ഈ ഒരു ഗെയിമിലേക്കാവും. അപ്പോഴാണ് നമ്മുടെ റോസ് ബാത്റൂമിലേക്ക് പോകാനായിട്ട് അവൾ നേരെ താഴേക്ക് ഇറങ്ങി പോകുന്നതും ആ ഒരു ബോട്ടിന്റെ ഡ്രൈവർ ഉണ്ടല്ലോ അയാളിപ്പോൾ മുകളിലേക്ക് വന്ന് ഹേ ഗൈസ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നതും അയാൾ ചോദിക്കുന്നുണ്ട്, അല്ല ആ ഒരു പെണ്ണവിടെ? അപ്പോൾ ഇവർ പറയും അവൾ ബാത്റൂമിലേക്ക് പോയി. അപ്പോൾ അയാൾ വിചാരിക്കുന്നത് എന്താണ്, നമ്മുടെ സാറയാണെന്നാണ്. അതുകൊണ്ട് സാറ ഈ ഒരു വെള്ളത്തിൽ കിടക്കുന്ന കാര്യം ഇവർ ഓർക്കത്തില്ല. അയാൾ പെട്ടെന്ന് ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോകുന്നതും ഇത് കണ്ട് നമ്മുടെ സാറ പെട്ടെന്ന് പുറകിൽ നിന്നും ഹേ ഗൈസ് ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്, നിങ്ങൾ പോവാണോ എന്നെല്ലാം വിളിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷെ എത്ര വിളിച്ചിട്ട് അവരത് കേൾക്കുന്നില്ല. കാരണം ഈ ഒരു ബോട്ടിലെ മ്യൂസിക് എല്ലാം നല്ലതുപോലെ വെച്ചതുകൊണ്ട് സാറ വിളിക്കുന്നത് ഇവർക്ക് കേൾക്കാതെ കുറേ ദൂരം മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കാണ് താഴെ പോയ റോസ് ഉണ്ടല്ലോ അവളിപ്പോൾ മുകളിലേക്ക് വന്നിട്ട് അല്ല സാറ എവിടെ, ഹേ ഗായ്സ് സാറ എവിടെ എന്ന് ചോദിക്കുന്നതും ഇവർ പെട്ടെന്ന് ബോട്ട് അങ്ങ് നിർത്താൻ പറയും. അങ്ങനെ ബോട്ട് അവിടെ നിർത്തുമ്പോഴത്തേക്കാണ് ഇവിടെ ഇതേ സമയം ഇവിടെ സ്രാവ് വരുന്നതെന്നല്ലേ നിങ്ങൾ വിചാരിച്ചേ? ഒരിക്കലും അല്ല. പകരം ഈ ഒരു ജെല്ലി ഫിഷ് ഉണ്ടല്ലോ അത് നമ്മുടെ സാറയുടെ ചുറ്റിനങ്ങ് കൂടും. അപ്പോൾ ഈ ഒരു ജെല്ലി ഫിഷ് ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ഭയങ്കര വേദനയും നീറ്റലും ചൊറിച്ചിലൊക്കെ ആയിരിക്കും. അതുപോലെ നമ്മുടെ സാറയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല, കാരണം ഒരുപാട് ജെല്ലി ഫിഷ് അവൾ ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ സാറയെ ഇവരെല്ലാവരും ബോട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും. ഇപ്പോൾ അവളുടെ ദേഹം മുഴുവൻ നല്ല രീതിയിൽ ആ ഒരു ജെല്ലി ഫിഷ് കടിച്ചതിന്റെ പാടുകളായിട്ട് ആ അടയാളം നല്ലതുപോലെ അറിയാൻ കഴിയുന്നുണ്ട്. സാറയ്ക്കാണെങ്കിൽ നല്ല വേദനയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പറയും, അല്ല സാറ് വെള്ളത്തിലുണ്ടായിരുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ മാക്സ് പറയും, ഇല്ല ഗൈസ് ഞാനത് പറയാൻ വിട്ടുപോയതാണ്, എനിക്കറിയാമായിരുന്നു പറഞ്ഞിട്ട് അവൾ ഇപ്പോൾ സാറയുടെ സോറി എല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇവരെല്ലാവരും നേരെ കരയിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് എടുത്തിരുന്ന് എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ മാക്സ് ഇവരോട് പറയുന്നുണ്ട്, സോറി എൻ്റെ തെറ്റായിരുന്നു സാറ, ഞാൻ ഈ വെള്ളത്തിൽ കിടക്കുന്ന ആ ഒരു കാര്യം ഓർത്തില്ല എന്ന് പറയുമ്പോൾ സാർ ആദ്യം കുഴപ്പമില്ല എന്നെല്ലാം പറയും. പക്ഷെ അതിനിടയിൽ നമ്മുടെ റോസ് ഹേ ഗൈസ് ഇതെല്ലാം സാധാരണ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണെന്ന് പറയുമ്പോഴത്തേക്കും മാക്സ് പറയും, അതെ ഇപ്പോൾ എല്ലാത്തിനും ഞാൻ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ സാറ അതെ എല്ലാ തവണയും നീ അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ മാക്സിന് പെട്ടെന്ന് വിഷമം വന്നിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പോഴേക്കും ജെയിംസ് നമ്മുടെ മാക്സിന്റെ പിറകെ പോയിട്ട് അവളെ വിളിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ നമ്മുടെ സാറയും മാക്സും പരസ്പരം സോറി പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും രാത്രിയിലാവുമ്പോഴത്തേക്കും അവിടെയുള്ള പാട്ടും ബഹളവും അതേപോലെ തന്നെ ആ ഒരു ദ്വീപിലെ റിസോർട്ടിലെ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം കണ്ട് എല്ലാവരും കരയിലിരിക്കുമ്പോഴത്തേക്കാണ് അവിടെ ജെയിംസും അതേപോലെ തന്നെ ഗ്രേഗ് ഇവർ രണ്ടുപേരും ആ ഒരു ബീച്ചിൽ കിടന്ന് ഭയങ്കര കളി. ഇത് കാണുന്ന റോസ് പറയും, ഗായ്സ് ഇവരുടെ ചാട്ടം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ തമ്മിൽ ഇനി ഉമ്മ വയ്ക്കോ, ഓക്കെ അതിനു മുന്നേ ഞാനൊന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് റോസ് അവരുടെ അടുത്തേക്ക് പോകുന്നതും ഇപ്പോൾ സാറ ഈ മാക്സിനോട് സംസാരിക്കുകയാണ്. ഇതിലാണ് നമ്മുടെ സാറ ഈ ഒരു ദ്വീപിലേക്ക് വരാനുള്ള ഒരു പ്രധാന കാരണം. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവളുടെ അച്ഛൻ ഇതിനു മുന്നേ ഈ ദ്വീപില്
ഒരു ട്രിപ്പിനായിട്ട് വന്നിരുന്നു. അത് ഒരു തവണ മാത്രമേ അയാൾ വന്നിട്ടുള്ളൂ. പക്ഷെ അവളുടെ അച്ഛന് എന്തോ ഒരു കാര്യം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ബീച്ച്, ദ്വീപ് ഇതെല്ലാം നല്ലതുപോലെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അയാളെ കൊണ്ട് കഴിഞ്ഞില്ല. അപ്പോൾ അതെല്ലാം ഫോട്ടോ എടുത്തിട്ട് അവളുടെ അച്ഛനെ കൊണ്ട് കാണിച്ചു കൊടുക്കണം, അവളുടെ അച്ഛനോട് അവൾക്ക് സംസാരിക്കണം എന്നെല്ലാം നമ്മുടെ സാറ് പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു കേവിലേക്ക് പോകാനായിട്ടും സാറ് പറയുമ്പോഴത്തേക്കും നമ്മുടെ മാക്സ് പറയും, ഇല്ല കേവ് നമുക്ക് മറ്റൊരു ദിവസം പോകാമെന്ന് പറയുമ്പോൾ, ഇല്ല നാളെ തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കുടുംബമെന്ന് പറയാനായിട്ട് അങ്ങനെ വേറെ ആരുമില്ല. നമ്മുടെ സാറ മാക്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അവൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അന്ന് മുതലേ ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ നമ്മുടെ സാറയുടെ അച്ഛൻ മരിച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ട് കുട്ടിക്കാലം മുതൽ തന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് വളർന്നത്. അങ്ങനെ അതെല്ലാം സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ റോസ് പെട്ടെന്ന് വന്നിട്ട് ഇവരെ രണ്ടുപേരെ നീന്താനായിട്ട് വിളിക്കും. പക്ഷെ നമ്മുടെ സാറയ്ക്കാണെങ്കിൽ ആ ഒരു ജെല്ലി ഫിഷ് കടിച്ചതിന് ശേഷം അവൾക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് അവൾ പറയും, ഇല്ല ഗൈസ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഇവർ നാലുപേരും ഇപ്പോൾ നീന്താനായിട്ട് വെള്ളത്തിലേക്ക് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരെയും കൂട്ടിയിട്ട് ഒരു ബോട്ടിൽ ഇപ്പൊ ഈ ഒരു കടലിൽ നിന്നും ഇവർ കരയിലേക്ക്, ശുദ്ധജലം ഉണ്ടല്ലോ അതിനുള്ളിലേക്ക് പോവാണ്. അപ്പൊ ഇവിടെ എന്തായാലും കടലിലെ ജീവികൾ അധികമായിട്ട് ഉണ്ടാകത്തില്ല. ഇപ്പൊ ഇതുപോലെയുള്ള സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കറിയാലോ, ഇത് തായ്ലൻഡും കൂടി ആയതുകൊണ്ട് ഈ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ അത്ര ഉണ്ടാവും. വേണമെങ്കിൽ നമുക്ക് തന്നെ ഒരു യാത്ര പോകുന്നത് പോലെ ഈ ഒരു സ്ഥലങ്ങളെല്ലാം ചുറ്റി കാണാൻ വേണ്ടി ഈ ഒരു സിനിമ വേണമെങ്കിൽ കാണാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇവരെല്ലാവരും ഇപ്പോൾ ഒരു വലിയ ഗുഹയ്ക്കകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഇവർ പറയും, ഇതാണ് ആ ഒരു ഡെവിൾസ് മൗത്ത് എന്ന് നമ്മുടെ സാറ് ചോദിക്കുമ്പോൾ ജെയിംസ് പറയും, ഇല്ലല്ല അതിവിടെ നിന്ന് കുറച്ചുകൂടി പോകണം, ഇന്റർനെറ്റിൽ ഞാൻ കണ്ടതാണ്. അതുപോലെ നമ്മുടെ സാറയാണെങ്കിലും ഇപ്പോൾ സ്നാക്സ്, പ്രോട്ടീൻ ബാറൊക്കെ ഉണ്ടല്ലോ, അത് ഒരു എമർജൻസി കിറ്റ് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ അവള് കൊണ്ടുവന്ന ഒരു ക്യാമറയുണ്ട്, നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവരുടെ എല്ലാവരുടെ ഫോട്ടോ സാറ എടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ ആ ഒരു ഗുഹയുണ്ടല്ലോ അത് കഴിഞ്ഞ് ഇപ്പുറത്തെ വശത്തേക്ക് വരുന്നു. അവിടേക്ക് വരുമ്പോഴത്തേക്കാണ് ഈ തായ്ലൻഡിലെ ഒരു ഗൈഡ്. ഇനി ഇയാളാണ് ഇവരെ എല്ലാവരും ഈ ഒരു ഗുഹയ്ക്കകത്തേക്ക് കേവിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പൊ അവന്റെ പേര് വാട്ടെന്നാണ്. അവൻ എല്ലാവരെയും പരിചയപ്പെട്ട് ഇപ്പൊ എന്തായാലും നിങ്ങൾ നീന്തേണ്ട ആവശ്യമില്ല, നമുക്കിപ്പോൾ കയാക്കിംഗ് ആണ് ആവശ്യമെന്നും പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഇപ്പൊ അവിടെ നിന്ന് കയാക്കുകൾ എടുത്തിട്ട് ആ ഒരു പുഴയുടെ മറ്റൊരു വശത്തേക്ക് പോവാണ്. കാരണം ഇവർ പോകുന്ന ആ ഒരു വഴിയാണ് ഇവർക്ക് പോകാനായിട്ടുള്ള ആ ഒരു വലിയ കേവ് ഉള്ളത്. അങ്ങനെ എല്ലാവരും കുറേ നേരം ആ ഒരു കയാക്കിങ് ചെയ്തിട്ട് ഇപ്പൊ അവസാനം ഒരു വലിയ ഗുഹയ്ക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു വായു ഭാഗം ഉണ്ടല്ലോ, അത് ഈ ഒരു പല്ലുകളെല്ലാം ഒരു രാക്ഷസം വാ തുറന്നു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാക്സ് ചോദിക്കും, ഇതാണ് ആ ഒരു സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ വാട്ട് പറയും, ഇല്ലല്ല ഇതല്ല യഥാർത്ഥ സ്ഥലം, ഉള്ളിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും ഉള്ളിലേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അങ്ങനെ ഒരു ബോർഡിന് മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ റോസ് പെട്ടെന്ന് സാറെ വിളിച്ചിട്ട്, ഹേയ് ആ ഒരു പയ്യനെ നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിറകില് ഈ ഡൈവിങ് ചെയ്യാനായിട്ട് ഒരുത്തനുണ്ട്. അവന്റെ പേര് ആൻഡ്രിയൻ എന്നാണ്. അവനും ഈ ഒരു ഗൈഡിനോടൊപ്പം ഉള്ളതാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഇവിടെ വെച്ചിട്ട് നമ്മുടെ വാട്ട് ആ ഒരു കേവിന്റെ മാപ്പ് ആ ഒരു ബോർഡിൽ വരച്ചിട്ടുണ്ട്. അത് കാണിച്ചിട്ടാണ് ഇവരോട് പറയുന്നത്, ഓക്കെ സാറാ നീ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പച്ച ലൈനുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഒരു കേവിലൂടെ പോവാം, അതായിരിക്കും കുറച്ചുകൂടി സേഫ്, എളുപ്പം അതായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ മാക്സ് ഉണ്ടല്ലോ അവള് പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട്, ഇല്ല ഗൈസ് നമുക്ക് എന്തായാലും ഈ ഒരു റെഡ് ലൈനിലൂടെ പോയാലോ, കുറച്ച് റിസ്ക് ആണെങ്കിലും നമുക്ക് അതിലൂടെ പോകാന്ന് പറയുമ്പോഴത്തേക്കും വാട്ട് പറയും, ഇല്ലില്ല അതിലൂടെ പോകാൻ കഴിയത്തില്ല, അത് കുറച്ച് റിസ്ക് ആണ്. കാരണം ഇതിന് മുന്നേ ചെറുതായിട്ടൊന്ന് മഴ പെയ്തിട്ട് അവിടെ വെള്ളം കയറിയിട്ടുണ്ട്. കൂടാതെ ഇനി എപ്പോ ആണെങ്കിലും മഴ പെയ്യാണ്ട് സാധ്യതയുണ്ട്, മഴക്കാലം വരുന്നത് കൊണ്ട് നമുക്ക് എന്തായാലും അതിനുള്ളിലൂടെ പോകാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ മാക്സ് ആണെങ്കിലോ, ഹേയ് ഇങ്ങനെ എളുപ്പത്തിൽ പോയി കഴിഞ്ഞാൽ എന്താ ഒരു രസം, ഇതാണ് കുറച്ചുകൂടി ത്രില്ല്, അതുകൊണ്ട് നമുക്ക് റെഡ് തിരഞ്ഞെടുക്കാന്ന് പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരും നമ്മുടെ സാറെ ഒഴിച്ച് ബാക്കി എല്ലാവരും റെഡിലൂടെ തന്നെ പോവാന്ന് പറയാണ്. അപ്പോൾ മാക്സ് എന്താ ചെയ്യുന്നത്, വാട്ടിന് 2-3 ഉമ്മയെല്ലാം കൊടുത്തിട്ട് ഗൈസ് എല്ലാവരും ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ അവനും ഓക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് അതിലേ പോവാം, സാറാ നീ ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ സാറേയും ഇപ്പോൾ ഇത്രയും പേര് പറഞ്ഞതുകൊണ്ട് അവൾക്കും അത് പറ്റില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അവൾ പറയും ഓക്കെ നമുക്ക് ഇതിലേ തന്നെ പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ സാറ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ആൻഡ്രിയൻ എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ അവനൊരു ഡൈവറാണ്. അവനിപ്പോൾ നമ്മുടെ സാറയുടെ അടുത്തേക്ക് വന്നിട്ട്, അല്ല ഈ ഓവറായിട്ട് സംസാരിക്കുന്ന അവള് കാരണമാണ് നിന്റെ കാലിന് ഇങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ഏയ് അതുകൊണ്ടൊന്നല്ല അത് ജെല്ലി ഫിഷ് കാരണമാണ്. അപ്പൊ ആൻഡ്രിയൻ പറയും ശരി ഞാനും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും, നിനക്ക് പേടിയുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ദേ ഇതുപോലെ ടോർച്ച് അടിച്ചിട്ട് 2 തവണ എന്നെ സിഗ്നൽ കാണിച്ചാൽ മതി എന്നവൻ 2 തവണ അവളോട് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ സാറേയും ഓക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും ആ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് കയറിയിട്ട് ഇപ്പോൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. അപ്പോൾ ബാക്കി എല്ലാവരും വെള്ളത്തിലേക്ക് ചാടി ഇനിയിപ്പോൾ നമ്മുടെ സാറ് ഇറങ്ങണം. അപ്പോൾ സാറയ്ക്കാണെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ നല്ല പേടിയാണല്ലോ. അപ്പോൾ അവർ പറയുന്നുണ്ട് സാറാ ഇവിടെ ജെല്ലി ഫിഷ് ഒന്നും ഉണ്ടാവത്തില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഒരു ലൈഫ് ജാക്കറ്റും എടുത്തിട്ട്, കാരണം അവൾക്ക് ആ ഒരു വേദനയെ വെച്ചിട്ട് നല്ലതുപോലെ നീന്താൻ കഴിയത്തില്ല, അതുകൊണ്ട് അവള് ലൈഫ് ജാക്കറ്റിൽ എടുത്തിട്ട് ഇപ്പോൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. ചാടിയിട്ട് എന്താണ് അവള് താഴേക്ക് വെള്ളത്തിനടിയിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഇത് ഇതുപോലെ അവളങ്ങ് പേടിച്ചു പോവും. അപ്പോൾ ബാക്കിയെല്ലാവരും എന്തു പറ്റി സാറാന്ന് ചോദിക്കുമ്പോൾ അവൾ പറയില്ല ഒരു ഈലിനെ കണ്ടു എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ചിരിക്കും. വാട്ട് പറയും സാറാ ഈല് ഒരിക്കലും ഇവിടെ ഉണ്ടാവത്തില്ല, അത് കടലിലായിരിക്കും എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ കണ്ടു എന്ന് പറയുന്നത് മാവൻ പറയും
ചിലപ്പോ ഈലിനെ പോലെ തോന്നുന്ന വേറെ ഏതെങ്കിലും ഒരു ഫിഷ് ആയിരിക്കും. കാര്യാക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും വരിയായിട്ട് അങ്ങനെ പോവാണ്. അങ്ങനെ ഏറ്റവും അവസാനം വരുന്നതാണെങ്കിൽ നമ്മുടെ സാറയും. അങ്ങനെ ഈ ഒരു കേവിനുള്ളിലൂടെ ഇവർ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ സാറ പിറകെ വന്നിട്ട് ഇപ്പൊ താഴേക്ക് നോക്കും. അപ്പൊ ആ ഒരു വെളിച്ചത്തില് ഈ ഒരു കേവിന്റെ ആഴമുണ്ടല്ലോ അത് അവള് കാണുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും കുറെ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ സാറ ഇപ്പോഴും വെള്ളത്തിനടിയിലേക്ക് നോക്കിയാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഒരു വലിയ കുഴിയുള്ളൊരു ഭാഗം. അതിനുള്ളിലൂടെ ആൻഡ്രിയൻ ഉണ്ടല്ലോ അവന് നീന്തി പോകുന്നുണ്ട്. കാരണം അവൻ ഡൈവറാണ്, ഇവരോടൊപ്പം എപ്പോഴും ഉണ്ടാവും. അതുമല്ല നമ്മുടെ സാറെ അവൻ കാണുമ്പോഴത്തേക്കും അവർ ടോർച്ച് വെച്ചിട്ട് 2 തവണ ലൈറ്റ് അടിച്ച് അങ്ങനെ സിഗ്നൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവൾ തിരിച്ച് ഹായ് എല്ലാം കാണിച്ചിട്ട് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും മറ്റൊരു ഭാഗത്തേക്ക് വരുന്നു. ആ ഒരു ഭാഗത്താണെങ്കിൽ നല്ല നീല വെളിച്ചം. അപ്പോഴാണ് വാട്ട് പറയുന്നത് ഇത് സൂര്യപ്രകാശം അടിച്ചിട്ട് ഇവിടെ നീല നിറം ആവുന്നതാണ്. ഗൈസ്, ഈ സ്ഥലം ഓർത്തു വെച്ച് നമുക്ക് തിരിച്ചു പോകാനുള്ള വഴി ഇതാണെന്ന് പറയുന്നത്. ഇപ്പൊ അതെല്ലാം കണ്ട് ആസ്വദിച്ച് ഇവർ മറ്റൊരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കാണ് യഥാർത്ഥ ഡെവിൾസ് മൗത്ത് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം ഇതാണ് ഒരു രാക്ഷസൻ വാ തുറക്കുമ്പോഴത്തേക്കും അതിന്റെ പല്ലുകളുണ്ടാവുമല്ലോ അതുപോലുള്ള ആ ഒരു ഭാഗം. അങ്ങനെ എല്ലാവരും ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് ഇപ്പോൾ മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും അത്രയും വലിയൊരു കുഴി പോലെ മുകളിൽ നിന്ന് സൂര്യപ്രകാശം ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു പാറകളിലാണെങ്കിലോ വവ്വാലുകളുണ്ടല്ലോ അത് ഒരുപാട് പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അങ്ങനെ ഇവര് അതിൽ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് നീന്തി കയറുന്നത് അതിൽ ഗ്രേഗ് കൈ വെച്ചൊരു ഒറ്റയടി ഈ ഒരു വവ്വാലെല്ലാം കൂട്ടത്തോടെ ഇങ്ങനെ ചുറ്റി പറക്കാൻ തുടങ്ങും. ഇത് കാണുമ്പോൾ നമ്മുടെ സാറ് പറയുന്നുണ്ട് ഇത് കാണാൻ നല്ല രസമുണ്ടെന്നും പറഞ്ഞിട്ട് അവള് കുറെ നേരം അവിടെ തന്നെ നോക്കി നിൽക്കും. അപ്പൊ ഇവരെല്ലാവരും കുറെ മുന്നിലേക്ക് പോയിട്ട് നമ്മുടെ മാക്സ് സാറാ പെട്ടെന്ന് വരാൻ പറയുമ്പോൾ സാറ ഓക്കെ എന്ന് പറഞ്ഞിട്ട് തിരിയുന്നതും അവളുടെ ലൈഫ് ജാക്കറ്റിന്റെ ആ ഒരു വള്ളി ഉണ്ടല്ലോ അതിപ്പോ ഏതൊരു കല്ലിൽ കുടുങ്ങിയിട്ട് ആദ്യം അങ്ങ് പേടിച്ചു പോകും. പിന്നെ എങ്ങനെയോ അത് വലിച്ചെടുത്ത് ഇപ്പൊ വീണ്ടും അവരോടൊപ്പം തന്നെ അവള് നീന്തി അങ്ങ് എത്തും. എന്തിനാണ് അത് ഇതുപോലെ പിറകിൽ നടക്കുന്നത്? എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അറിയാനും പോലും കഴിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഇവരെല്ലാവരും ഒരിടത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ വാട്ട് ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട് ഗൈസ്, ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഹ്യൂമൻ ബോണുള്ള സ്ഥലത്തൂടെയാണ്. എന്ത്, മനുഷ്യന്റെ അസ്ഥിയോ? അതെ, വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ആദിവാസികളായിട്ടുള്ള ആളുകൾ ജീവിച്ചിരുന്നു. പക്ഷെ എന്തോ ഒരു അപകടം വന്നപ്പോഴത്തേക്കും ഈ ഒരു ഗുഹ ഇടിഞ്ഞിട്ട് അവരെല്ലാവരും ഇതിനകത്ത് വെച്ച് മരിക്കുമായിരുന്നു. അവരുടെ അസ്ഥി ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഗ്രേഗും റോസും മനുഷ്യന്റെ അസ്ഥി എന്നെല്ലാം പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, എന്തായാലും കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വാട്ട് ഇവരെയും കൂട്ടി മുന്നോട്ട് പോകുമ്പോൾ സാർ അപ്പോഴും താഴേക്ക് നോക്കുമ്പോഴത്തേക്കും എന്താണ് ആൻഡ്രിയൻ ഇവരോടൊപ്പം തന്നെ താഴെ കൂടെ നീന്തി വന്നിട്ട് അവൻ ഇപ്പോഴും ആ ഒരു ടോർച്ച് വെച്ച് ഇതുപോലെ സിഗ്നൽ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സാറ ഇപ്പോൾ മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ബാക്കിയെല്ലാവരും സാറാ പെട്ടെന്ന് ഇവിടേക്ക് വാ, എമർജൻസി ഉണ്ട് എന്ന് പറയുമ്പോൾ സാർ അവിടേക്ക് വരുമ്പോഴത്തേക്കും വേറെ ഒന്നുമല്ല, ഒരു കല്ലിന് മുകളിലേക്ക് ഇവരെല്ലാവരും കയറി ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറയും. അപ്പോൾ വാട്ട് പറയും സാറാ നിങ്ങൾ പോയിരുന്നോ, ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് ഇവരുടെ എല്ലാവരുടെയും ഫോട്ടോ അവരിങ്ങനെ എടുത്തു കൊടുക്കുകയാണ്. ഇപ്പൊ അവിടെ കുറെ നേരം നിൽക്കുമ്പോഴത്തേക്കും ഗ്രേഗ് ഉണ്ടല്ലോ അവൻ ഇപ്പോൾ വെള്ളത്തിനടിയിലേക്ക് തല കുത്തിയല്ലേ നിൽക്കുന്നു. അങ്ങനെ അതുപോലെയുള്ള കോപ്രായങ്ങളെല്ലാം അവൻ കാണിച്ചിട്ട് അത് കഴിഞ്ഞ് അതിന് മുകളിലൊരു കല്ലുണ്ട് അതിലേക്ക് കയറി പിടിക്കുമ്പോഴത്തേക്കും ഇത് പൊട്ടിയിട്ട് ഇവൻ പെട്ടെന്ന് വെള്ളത്തിലേക്ക് വന്ന് വീഴും. അപ്പോഴാണ് വാട്ട് പറയുന്നത് ഗായ്സ്, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെയുള്ള കല്ലുകളെല്ലാം വളരെ വീക്കാണ്, അതിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കൂടി പൊട്ടി വീണിട്ട് നമ്മളെല്ലാവരും മരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഗ്രേഗ് പറയും സോറി, ഞാനത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അബദ്ധത്തിൽ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വാട്ട് പറയും ശരി നമുക്ക് അടുത്ത കേവിലേക്ക് പോവാന്ന് പറഞ്ഞ് ഇപ്പൊ ഇവർ അടുത്ത കേവിലേക്ക് എത്തുമ്പോഴത്തേക്കാണ് അവിടെ ഒരുപാട് മീനുകളുണ്ടല്ലോ, ഈ കടലിലെ മീനുകളും അതേപോലെ തന്നെ ഈ ഒരു വെള്ളത്തിലെ മീനുകൾ, അതേപോലെ ഒരുപാട് പറവകള്, ഇതെല്ലാം ചത്തു കിടക്കുന്നു. ഇത് ഇവിടെ എങ്ങനെ എത്തിയെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കാണ് നമ്മുടെ മാക്സ് നോക്കുമ്പോഴത്തേക്കും ഇവർ കൊണ്ടുവന്ന ആ ഒരു മാപ്പിൽ ഇവിടെ നിന്നും കുറച്ചുകൂടി ഉയരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവർക്ക് കടലിലേക്ക് എത്താൻ കഴിയും. ഒരുപക്ഷെ നല്ലതുപോലെ മഴ പെയ്തപ്പോഴത്തേക്കും വെള്ളം കയറിയിട്ടായിരിക്കണം കടൽ വെള്ളം, അതേപോലെ തന്നെ മീനുകളെല്ലാം ഉള്ളിലേക്ക് വന്നത്, അതുകൊണ്ടായിരിക്കണം ഇവിടെയുള്ള മീനുകളെല്ലാം ചത്തത് എന്ന് പറയുന്നതും ഇപ്പൊ നമ്മുടെ റോസ് പറയും ശരി ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് പോയാലെന്ന് ചോദിക്കുമ്പോൾ വാട്ട് പറയും ഓക്കെ നമുക്ക് പോകാനായിട്ട് മറ്റൊരു വഴിയുണ്ട്, ആ ഒരു കേവിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വെളിയിലേക്ക് പോകാനായിട്ട് വേറൊരു വഴിയുണ്ടെന്നും പറഞ്ഞ് ഇവരെയും കൂട്ടി അടുത്ത ആ ഒരു കേവിലേക്ക് പോവാണ്. അപ്പോൾ സാർ അവിടെ തന്നെ നിൽക്കുമ്പോഴത്തേക്കും വാട്ട് വന്നിട്ട് സാറാ എന്നോടൊപ്പം വരാൻ പറയുമ്പോൾ അല്ല എന്നെ മാത്രം എന്തിനാ ഇങ്ങനെ സ്പെഷ്യലായിട്ട് കെയർ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല നിങ്ങളുടെ ഫ്രണ്ട് കുറച്ച് അധികം പണം തന്നിട്ട് നിന്നെ നല്ലതുപോലെ നോക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഇല്ല കുഴപ്പമില്ല, ഞാനും എല്ലാവരെ പോലെ ഒരു സാധാരണ ആളാണ്, എന്നെ അത്ര സ്പെഷ്യലായിട്ടൊന്നും കാണണ്ടെന്ന് പറഞ്ഞ് വാട്ടിനെ പറഞ്ഞു വിടും. എന്നിട്ട് അവൾ അവിടെ തന്നെ നിൽക്കണം. അല്ല ഈ ഒരു പെണ്ണ് എന്തിന്റെ കേടാന്ന് നോക്കണേ. എല്ലാവരും പോകുമ്പോഴത്തേക്കും ഇവൾക്കാണെങ്കിൽ ആൾറെഡി പേടിയുണ്ട്, എന്നാലും ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. എന്നിട്ട് അവള് വീണ്ടും അവിടെ നിന്നിട്ട് ഇവരോടൊപ്പം പോവാതെ ആ വെള്ളത്തിനടിയിലേക്ക് അങ്ങനെ നോക്കുന്നതും വീണ്ടും ഒരു ഈലുണ്ടല്ലോ അത് ചത്ത് പൊങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ ഇവളങ്ങ് പേടിച്ചു പോകും. എന്നിട്ട് അങ്ങനെ അവരുടെ പിറകെ നീന്തി പോകുന്നതും ആഹാ എടാ മോനെ, ഇനിയാണ് സിനിമ കുറച്ച് ചൂട് പിടിച്ച് പോകാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഈ വെള്ളത്തിനടിയിലൂടെ ഒരാൾ പോകുന്നതുണ്ടോ, നമ്മൾ ഇത്രയും നേരം എന്തേ പുള്ളി വന്നില്ല എന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു. എന്തായാലും വന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ മൂവി കുറച്ച് ചൂട് പിടിച്ച് തന്നെ പോയിക്കോളും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വാട്ട് ഇവരെല്ലാവരെയും കൂട്ടിയിട്ട് അടുത്ത ആ ഒരു കേവിനടുത്തേക്ക് വരികയാണ്. അവിടെ വന്നിട്ട് അവനെന്തോ ഇവിടെ ഒരു മാറ്റമുള്ളതുപോലെ, എന്തായാലും ഫ്രഷ് വാട്ടർ ആയതുകൊണ്ട് നമ്മുടെ സാറയ്ക്ക്
ആ ഒരു മുറിവിൽ വേദനയോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ അതിനെപ്പറ്റി നമ്മുടെ മാക്സ് ചോദിച്ചിട്ട് ഇപ്പൊ സാറാ അല്ല നീ അവന് പണം കൊടുത്തു എന്നെ സ്പെഷ്യലായിട്ട് കെയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ മാക്സ് പറയും അതെ നീയല്ലേ നേരത്തെ പറഞ്ഞ് നിന്നെ ശ്രദ്ധിക്കുന്നില്ലാന്ന്, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ സാറയുടെ കയ്യിൽ ഒരു കത്തിയുണ്ട്. അത് മാക്സ് അങ്ങനെ വാങ്ങി എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെയുള്ള ആ ഒരു പാറയുണ്ടല്ലോ അതിൽ ഇവരുടെ രണ്ടുപേരുടെ ആ ഒരു അക്ഷരം ഉണ്ടല്ലോ അത് കൊത്തിവെക്കും, എമ്മും എസും, മാക്സ് സാറ. എന്നിട്ട് നമ്മുടെ മാക്സ് ആ ഒരു കത്തിയെടുത്ത് വെള്ളത്തിലേക്ക് ഭയങ്കരമായിട്ട് ഇടിക്കുകയാണ്. ഇത് മതി താഴെ കിടക്കുന്ന നമ്മുടെ ആശാന് മുകളിലേക്ക് പൊങ്ങി വരാൻ വേണ്ടി. അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ റോസ് ഇവരുടെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ 3 പേരും വന്നിട്ട് അവിടെ ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ സാറയുടെ കാലിനടിയിൽ എന്തോ ഒന്ന് തട്ടിയിട്ട് പോകുന്നത് പോലെ അവൾ വിടുന്നത്. ഗായ്സ് എന്റെ കാലിൽ എന്തോ തട്ടിയെന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കും. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ റോസ് പറയും ഓക്കെ സാറ പേടിക്കണ്ട ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ഇവർ താഴെ തട്ടിയത് എന്താണെന്ന് കാണുന്നില്ല. അതുകൊണ്ട് അവിടെ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ഭാഗത്തേക്ക് എല്ലാവരും നീന്തി എത്തുമ്പോഴത്തേക്കാണ് ഇവിടെയാണ് ഈ ഒരു മൂർച്ചയുള്ള പാറകളൊക്കെ ഉണ്ടല്ലോ അത് കൂർത്ത് ഇങ്ങനെ താഴേക്ക് മുകളിലേക്കെല്ലാം ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പൊ അതെല്ലാം കണ്ടിട്ട് എല്ലാവരും അതിനെ പറ്റിയെല്ലാം സംസാരിച്ച് കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ നമ്മുടെ റോസ് പെട്ടെന്ന് ഗായ്സ് എന്റെ കാല് നല്ലതുപോലെ മുറിഞ്ഞിട്ടുണ്ട് രക്തം പോകുന്നെന്ന് പറയുമ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ ഗ്രേഗ് അവനെ അടുത്തേക്ക് വിളിക്കാൻ പറയും. അപ്പോൾ അവള് പറയും ഇല്ല അവന് രക്തം കണ്ടു കഴിഞ്ഞാൽ പേടിയാണെന്നും പറഞ്ഞ് ഇപ്പൊ നമ്മുടെ സാറ റോസിനെ ഒരു പാറയുടെ മുകളിലേക്ക് കയറ്റിയിരുത്തി അവളുടെ കാലിൽ വെച്ച് കെട്ടുകയാണ്. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കാണ് വാട്ട് പറയുന്നത് ഗായ്സ് ഇതുപോലെ ആർക്കെങ്കിലും പരിക്ക് പറ്റി കഴിഞ്ഞാൽ അപ്പോഴേ തിരിച്ചു പോകണമെന്നാണ്, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാന്ന് പറയുമ്പോഴത്തേക്കും മാക്സ് പെട്ടെന്ന് റോസിനോട് പറയും റോസ് നീ ഓക്കെ അല്ലേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും ഇല്ല വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്കും മാക്സ് പറയുന്നുണ്ട് ഗായ്സ് നമ്മൾ അവസാനത്തെ ആ ഒരു കേവ് ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് ഒരുപാട് പേരും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അവിടേക്ക് പോകാന്ന് പറയുമ്പോഴത്തേക്കും ഇവരാരും നമ്മുടെ സാർ അതിന് പ്രത്യേകം സമ്മതിക്കുന്നില്ല. അപ്പോൾ മാക്സ് പറയും ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റോസിനെയും കൊണ്ട് തിരിച്ചു പോയിക്കോ, ഞാൻ പെട്ടെന്ന് പോയിട്ട് ആ ഒരു കേവ് കണ്ടിട്ട് നിങ്ങളോടൊപ്പം തന്നെ നീന്തി വരാന്ന് പറയുമ്പോൾ സാറ് പറയും ഇല്ല നീ ഒറ്റയ്ക്ക് മാത്രം അവിടേക്ക് പോണ്ട, വാട്ട് അത് സേഫ് ആണോ എന്ന് ചോദിക്കുമ്പോൾ വാട്ട് പറയും ഇല്ല ഒരിക്കലും സേഫ് അല്ല എന്ന് പറയുന്നതും ഇവിടെ താഴെ ആൻഡ്രിയലുണ്ടല്ലോ അവനെ കാണിക്കുമ്പോഴത്തേക്ക് അവനും ഡൈവ് ചെയ്ത് താഴെ കൂടെ തന്നെ പോകുന്നുണ്ട്. അത് ഇവർ നിൽക്കുന്നതിന്റെ ആ ഒരു താഴ്ഭാഗം ഉണ്ടല്ലോ അതിലൂടെ അങ്ങനെ ഇവനങ്ങനെ താഴെ കൂടെ വന്നിട്ട് എന്തോ ഒരു കാര്യം കണ്ടിട്ട് അത് താഴെ നിന്ന് എടുക്കുന്നുണ്ട്. അത് എടുത്ത് നോക്കുമ്പോഴത്തേക്കും അവന്റെ പിറകിലൂടെ തന്നെ ആ ഒരു സ്രാവ് ഉണ്ടല്ലോ അത് നീന്തി പോകുന്നു. അപ്പോൾ അവൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അവിടെ ഇതിനെ കാണുന്നില്ല. എന്നിട്ട് അവൻ എന്താണ് ആ ഒരു കാര്യം എന്ന് വീണ്ടും നോക്കുമ്പോഴത്തേക്കാണ് പെട്ടുന്നത് ഇതുപോലെ അവന്റെ മുന്നിലൂടെ ആ ഒരു സ്രാവ് വന്ന് അവൻ അറ്റാക്ക് ചെയ്യുന്നു. എന്താണ് സംഭവിച്ചെന്ന് കാണിക്കുന്നില്ല. ഇതേ സമയം മുകളിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ വാട്ട് ഇവരോട് പറയുന്നുണ്ട് നമുക്ക് തിരിച്ചു പോവാന്ന്. പക്ഷെ റോസ് ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഓക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാമെന്നും പറഞ്ഞ് ഇവരെല്ലാവരും അവസാനത്തെ ആ ഒരു കേവിനുള്ളിലേക്ക് പോവാണ്. അപ്പോൾ വാട്ട് പറയുന്നുണ്ട് ഗൈസ് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ഇവരെയും കൂട്ടി ആ ഒരു കേവിനുള്ളിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടെ ഇതുപോലെ വെള്ളം ഇങ്ങനെ അനക്കി കഴിഞ്ഞാൽ കവരെന്ന് പറയുമല്ലോ ഈ വെള്ളത്തിലെ ചില ജീവികൾ ഉണ്ടാക്കുന്ന ആ ഒരു കളറ് അതുപോലെ വെള്ളം നീല നിറത്തിന് മാറും. അപ്പൊ അതെല്ലാം കണ്ട് ഇവർ നല്ലതുപോലെ അവിടെ നിന്ന് കുറെ നേരം ആ വെള്ളത്തിൽ ഇതുപോലെ നീല നിറമിലാക്കിയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാട്ട് പറയും ശരി ഗൈസ് നമുക്ക് തിരിച്ചു പോയാലോന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയും അല്ല ഇപ്പോഴല്ലേ വന്നത് കുറച്ചു നേരം നമുക്ക് ഇവിടെ ഇരിക്കാം. അതുമല്ല റോസ് പറയുന്നുണ്ട് അതെ എന്റെ കാല് കുറച്ച് വേദനയുണ്ട് ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് പോവാന്ന് പറയുമ്പോഴത്തേക്കും വാട്ട് പറയും ഓക്കെ 2 മിനിറ്റ് നിന്റെ കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ ബ്ലീഡിംഗ് ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവളില്ലാന്ന് പറയും. അങ്ങനെ ഇവരെല്ലാവരും വീണ്ടും ആ ഒരു വെള്ളത്തിൽ കാലിട്ടടിക്കുമ്പോഴത്തേക്കും ആ ഒരു കളർ വരുമല്ലോ അത് ചെയ്യുമ്പോഴത്തേക്കാണ് ഇവിടെ താഴെ നമ്മുടെ ശ്രാവണൻ പുള്ളിക്കാരനും താഴെ കളറൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നീന്തി പോകുന്നുണ്ട്. ഇവർക്ക് മാത്രം ചെയ്താൽ പോരല്ലോ. ഇപ്പൊ മുകളിൽ നമ്മുടെ സാറ അവളുടെ ലൈഫ് ജാക്കറ്റ് എടുത്തിട്ട് അത് റോസിന് കൊടുക്കും. കാരണം അവളുടെ കാല് വയ്യാത്തത് കൊണ്ട് നീന്താൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ആ ഒരു ലൈഫ് ജാക്കറ്റ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് ഇപ്പൊ സാറ വെള്ളത്തിനടിയിലേക്ക് പോവാണ്. എന്താന്ന് വെച്ചാൽ ആ ഒരു ഡൈവർ ഉണ്ടല്ലോ ആൻഡ്രിയൻ അവനുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് താഴേക്ക് പോകുമ്പോഴത്തേക്കും അവനെ കാണുന്നില്ല. പകരം ഈ വെള്ളത്തിലെ രക്തം ഉണ്ടല്ലോ അത് മുകളിലേക്ക് വരുന്നത് പോലെ അതിന്റെ ഇടയിൽ നിന്നും വെളിച്ചവും വരുന്നുണ്ട്. അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടി സാറ നീന്തി ആ ഒരു രക്തത്തിനടുത്തേക്ക് വന്ന് നോക്കുന്നതും പെട്ടെന്ന് ആൻഡ്രിയന് പരിക്ക് പറ്റിയെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അവൾ അത്രയും വേഗതയിൽ മുകളിലേക്ക് വന്ന് ഇവർ ചോദിക്കും എന്തുപറ്റി സാർ എന്തുപറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഇതുപോലെ ആ ഒരു ഡൈവറിന് പരിക്ക് പറ്റിയിട്ടുണ്ട് അടിയിൽ രക്തമുണ്ടെന്ന് പറയുന്നതും എല്ലാവരും എന്ത് ബ്ലഡോ. അപ്പോഴേക്കാണ് വാട്ട് പറയുന്നത് ശരി നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണ്ട പെട്ടെന്ന് തിരിച്ചു പോകാന്ന് പറയുമ്പോൾ സാർ ചോദിക്കും അതെന്തേ അയാൾക്ക് എന്ത് സംഭവിച്ചെന്ന് നോക്കണ്ടേന്ന് ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് എന്തോ ഒരു കാര്യം വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് വാട്ട് പതിയെ നീന്തി അതിനടുത്തേക്ക് വന്നിട്ട് അതെന്താണെന്ന് എടുത്ത് നോക്കുമ്പോൾ ആൻഡ്രിയന്റെ ആ ഒരു ഗോഗിൾസ് ഉണ്ടല്ലോ അതാണ്. അതെടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഷാർക്കിന്റെ പല്ല് ഈ ഗോഗിൾസിന് തറച്ചിട്ടുണ്ട്. ഇത് കാണുന്നതും വാട്ട് പറയും ഷാർക്ക്. അപ്പൊ ഇവരെല്ലാവരും എന്ത് ഷാർക്കോ അതെ നമ്മൾ ഇതിനകത്ത് പെട്ടുപോയി എന്ന് പറയുമ്പോൾ എന്താ നീ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ വീണ്ടും അതേ ഗൈസ് ഷാർക്കാണ് എന്ന് പറയുന്നതും ഇവരെല്ലാവരും പേടിച്ചിട്ട് എന്ത് ഷാർക്ക് എന്നും പറഞ്ഞ് എല്ലാവരും ഉയരുള്ള ആ ഒരു പാറയുണ്ടല്ലോ അതിന് മുകളിലേക്ക് കയറിയിരിക്കുകയാണ്.
ഇപ്പോൾ ബാക്കി എല്ലാവരും ആ ഒരു കല്ലിലേക്ക് കയറി ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ വാട്ടുണ്ടല്ലോ അവ മാത്രം വെള്ളത്തിൽ കിടക്കാണ്. ഇപ്പോൾ എല്ലാവരും കിടന്ന് ശബ്ദം ഉണ്ടാക്കുന്നതുകൊണ്ട് സാറ് പറയും ഓക്കെ വാട്ട് എന്താ പറയുന്നത് നമുക്ക് കേൾക്കാന്ന് പറയുമ്പോൾ വാട്ട് പറയും നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇവിടെ നിന്ന് പോവാന്ന് പറയുന്നതും മാക്സ് പെട്ടെന്ന് അല്ല എന്നാലും അതെങ്ങനെ ഫ്രഷ് വാട്ടറിൽ എങ്ങനെ ഷാർക്ക് വരും ആരെങ്കിലും ഇവിടെ കൊണ്ടിട്ടതാണ്. അപ്പോൾ റോസ് പറയും ഗായ്സ് വെറുതെ ബഹളം ഉണ്ടാക്കാതെ നമുക്ക് ഇവിടെ നിന്ന് പോകാനുള്ള കാര്യം നോക്കാം. അപ്പോൾ വാട്ട് പറയും ശരി അതാണ് നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് വരാൻ പറയുന്നത്. ഇപ്പോൾ മാക്സ് പെട്ടെന്ന് ഇല്ല ഞാൻ എന്തായാലും തിരിച്ച് അതിലേ വരത്തില്ല ചിലപ്പോൾ അവിടെ ആപത്തുണ്ടെങ്കിലോ വേറെന്തെങ്കിലും വഴി നോക്കാന്ന് പറയും. അപ്പോൾ ഗ്രേഗും ജെയിംസും അതെ അവള് പറഞ്ഞത് പോയിന്റാണ്. അപ്പോൾ മാക്സ് അതെ നമുക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാന്ന് പറയുമ്പോൾ പ്ലാൻ ചെയ്യാനൊന്നും സമയമില്ല നമുക്ക് പെട്ടെന്ന് പോകാന്ന് പറയുന്നതും അവൾ പറയുമില്ല വെള്ളത്തിനടിയിലുള്ളത് എന്താണെന്നറിയാതെ എങ്ങനെ വരാൻ കഴിയുന്നെല്ലാം പറഞ്ഞിട്ട് ഇവരെല്ലാവരും അങ്ങോട്ട് കണ്ട് ബഹളം ഉണ്ടാക്കി സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് വാട്ട് അവരിപ്പോൾ ഇവരോട് എന്ത് പറയണമെന്ന് അറിയത്തില്ലല്ലോ. ഇതിൽ മാക്സ് ആണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടും ഇവരോട് എതിർത്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ സാറ റോസിന്റെ കാല് തൊട്ടിട്ട് ഹേയ് നീ ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ കാലിൽ നിന്നും കുറച്ച് രക്തം താഴേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ വാട്ട് പറയും ഓക്കെ എന്നെ ഫോളോ ചെയ്യുന്നവർ ഫോളോ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് നീന്തി പോവാണ്. അപ്പോൾ അവൻ പോയിട്ടും ഇവർ ഇത്രയും നേരമായിട്ട് ഇവരുടെ സംസാരം ബഹളം തീർന്നിട്ടില്ല. അങ്ങനെ സംസാരിച്ച് അവസാനം നമ്മുടെ ഹീറോയിൻ നോക്കുമ്പോൾ സാറുണ്ടല്ലോ അവള് നോക്കുമ്പോഴത്തേക്കും വാട്ടിനെ എവിടെ കാണുന്നില്ല. പെട്ടെന്ന് വാട്ടെന്നും പറഞ്ഞിട്ട് അവന്റെ പേര് വിളിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരൊച്ച അനക്കവും ഇല്ല. വാട്ടിനെ എവിടെയും കാണുന്നില്ല. ഇപ്പൊ ഇവരെല്ലാവരും ഇവിടെ നിന്ന് പുറത്തു പോയേ മതിയാവൂ. അതുകൊണ്ട് ഇവർ ആ ഒരു ചുവന്ന വഴിയുണ്ടല്ലോ എന്താണെന്ന് വെച്ചാൽ ആ ഒരു മാർക്ക് ചെയ്തേക്കുന്ന ആ ഒരു വഴി അതിലെ തന്നെ തിരിച്ചു വരികയാണ്. അതുപോലെ വരുന്ന വഴിക്ക് വാട്ടിനെ ഇവിടെയും കാണുന്നില്ല. ഇതിൽ നമ്മുടെ മാക്സിനാണ് ഭയങ്കര സംസാരം വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുറെ ദൂരം ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മുടെ റോസ് തിരിഞ്ഞു നോക്കുമ്പോൾ ഗ്രേഗ് ഉണ്ടല്ലോ അവനെ കാണുന്നില്ല. അപ്പൊ അവള് തിരിഞ്ഞു നിന്നിട്ട് ഗ്രേഗ് എന്ന് പറഞ്ഞ് അവനെ വിളിക്കുമ്പോൾ ഇവരെല്ലാവരും ശബ്ദം ഉണ്ടാക്കാതെന്നും പറഞ്ഞ് പേടിച്ച് മുന്നിലേക്ക് പോവാണ്. അതില് ജെയിംസിനാണെങ്കിൽ ഇപ്പോൾ നല്ല പേടിയായി തുടങ്ങി. അവൻ വിറയ്ക്കാനും തുടങ്ങുന്നു. അതുമല്ല റോസിന്റെ കാലാണെങ്കിലും മുറിഞ്ഞിരിക്കാൻ കൂടിയാണ്. എപ്പോ ഈ ഒരു ഷാർക്ക് അവളെ അറ്റാക്ക് ചെയ്യുന്ന നമുക്ക് പറയാൻ കഴിയത്തില്ല. അങ്ങനെ ഗ്രേഗിനെ അന്വേഷിച്ച് ഇവർ തിരിച്ച് പിറകിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവനാണെങ്കിൽ പേടിച്ച് ഒരു പാറയുടെ പിറകിൽ ഒളിച്ചിരിക്കുന്നു. എന്നിട്ട് പറയും എനിക്ക് കുറച്ചു നേരം വെറുതെ എനിക്ക് കഴിയുന്നില്ല വരാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ജെയിംസ് പറയും റോസ് നിന്റെ കയ്യിലുള്ള ആ ഒരു ലൈഫ് ജാക്കറ്റ് അത് ഇവനിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇവനെയും കൊണ്ട് പോവാന്നും പറഞ്ഞ് ഇപ്പൊ അവനെ വലിച്ചെടുത്താണ് ഇവർ പോകുന്നത്. കാരണം അവനെ നീന്താൻ കഴിയുന്നില്ല പേടിയായിപ്പോയി. ഇപ്പൊ അവന്റെ പിറകെ വരുന്നത് റോസ്. അങ്ങനെ നീന്തി വരുമ്പോഴത്തേക്കാണ് അവളുടെ പിറകിൽ എന്തോ ഒരു അനക്കം വെള്ളം അനങ്ങുന്നുണ്ട്. അവൾ തിരിഞ്ഞു നോക്കിയിട്ട് ആ ഒരു ടോർച്ച് എടുത്ത് അടിക്കുമ്പോഴത്തേക്കും ഒന്നും കാണുന്നില്ല. വീണ്ടും അങ്ങനെ തിരിയുമ്പോഴാണ് ആഹാ കാണിക്കുമ്പോ ആ ഒരു ഷാർക്ക് അങ്ങനെ അവളുടെ പിറകിലൂടെ വന്നിട്ട് അവളുടെ അടുത്ത് കിടന്ന് കറങ്ങാണ്. കാരണം വേറെ ഒന്നുമല്ല അവളുടെ കാലാണല്ലോ മുറിഞ്ഞിട്ടുള്ളത്. രക്തത്തിന്റെ മണം അങ്ങനെ അതിന് പിടിക്കാൻ കഴിയും. ഇപ്പോ റോസ് ഇത് കണ്ടിട്ട് അലറി വിളിക്കുന്നതും ഈ ഒരു ഷാർക്ക് എന്തോ അവളെന്നും ചെയ്യാതെ നേരെ ഇവരുടെ അടുത്തേക്ക് വരികയാണ്. എല്ലാവരും അനങ്ങാതെ അങ്ങനെ തന്നെ നിൽക്കും. എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു ഷാർക്ക് വന്ന് ഗ്രേഗ് ഉണ്ടല്ലോ അവനെ കടിച്ചെടുത്ത് കൊണ്ടുപോവാണ്. എന്നിട്ട് പെട്ടെന്ന് ഒരു പാറയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് അവനെ വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോകുന്നതും ഇപ്പൊ കുറച്ചു നേരത്തേക്ക് ഒരു അനക്കമില്ല. അങ്ങനെ എല്ലാവരും പേടിച്ച് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പിറകിലൂടെ അവനെ വീണ്ടും വെള്ളത്തിന് മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പൊ ആ ഒരു ഷാർക്ക് എന്താ ചെയ്യുന്നതെന്നറിയോ അവിടെ ആ ഒരു കൂർത്ത പാറയുണ്ടല്ലോ അതിന്റെ രണ്ടു വശങ്ങളിലേക്ക് രണ്ട് പാറകളിലേക്ക് മാറി മാറി ഗ്രേഗിനെ കൊണ്ടുവന്ന് ഇടിക്കുന്നു. ഗ്രേഗ് ആണെങ്കിലോ ആ ഒരു ഷാർക്കിനെ തിരിച്ചിടിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് തവണ ആ ഒരു ഷാർക്ക് ഇതുപോലെ പാറകളിൽ കൊണ്ടുവന്ന് ഇടിച്ചിടിച്ച് ഗ്രേഗിന്റെ കഥ കഴിയാറായി. എന്നിട്ട് നമ്മുടെ ഗ്രേഗിനെ എടുത്ത് അങ്ങനെ നീന്തി പോകുന്നതും ഇത് കണ്ട റോസ് വെട്ടുന്ന ഗ്രേഗിന്റെ കയ്യിലേക്ക് കയറി പിടിക്കും. അപ്പോൾ അവളെയും വലിച്ചെടുത്തോണ്ട് പോവാണ്. അങ്ങനെ വലിച്ചെടുത്ത് ഇപ്പോൾ രണ്ടുപേരെയും കൊണ്ട് വെള്ളത്തിനടിയിലേക്ക് പോകുന്നതും ഇപ്പൊ ഇവർക്ക് മൂന്നുപേർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവര് നീന്തി ഒരു വശത്തേക്ക് മാറി വരുമ്പോഴത്തേക്കാണ് നമ്മുടെ മാക്സിന്റെ അടുത്തായിട്ട് ആ ഒരു ലൈഫ് ജാക്കറ്റ് ഉണ്ടല്ലോ അത് മാത്രം പൊങ്ങി വരുന്നു. അങ്ങനെ പേടിച്ച് നിൽക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ റോസ് ഉണ്ടല്ലോ അവള് മുകളിലേക്ക് പൊങ്ങി വന്നിട്ട് ഇപ്പൊ ഇത് കാണുന്നത് നമ്മുടെ സാറ റോസിനെയും വിളിച്ച് ബാ ഇവിടെ ഒരു നിമിഷം പോലെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നീന്തി അടുത്ത വശത്തേക്ക് പോവാണ്. എന്നിട്ട് അവിടെ നിന്ന് നീന്തി ഇവരെല്ലാവരും അടുത്തുള്ള വലിയൊരു പാറയുണ്ട് അതിന് മുകളിലേക്ക് കയറിയിരിക്കും. ഇപ്പൊ ഇതിനിടയിൽ ആ ജെയിംസ് എന്ന് പറയുന്നവൻ വെറുതെ അലറി വിളിക്കുകയാണ്. എന്തിനാണോ എന്തോ. അപ്പോഴേക്കും നമ്മുടെ റോസിനെ നോക്കിയിട്ട് സാറയും മാക്സും ഹേ റോസ് നിനക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഈ രക്തം വരുന്നത് കുറച്ച് നിന്നിട്ട് നമുക്ക് മുറിവ് കെട്ടിവെക്കാം. ഇപ്പൊ പെട്ടെന്ന് ഇവരുടെ മുന്നിലുള്ള ആ ഒരു ഷാർക്ക് ഉണ്ടല്ലോ അത് നീന്തി പോകുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കാണ് ജെയിംസ് പറയുന്നത് ഇത് ബുൾ ഷാർക്കാണ്. ഇതിനെപ്പറ്റി എനിക്കറിയാം. ഇത് ഫ്രഷ് വാട്ടറിലും അതേപോലെ തന്നെ കടൽ വെള്ളത്തിലും ഉണ്ടാവും. ഭയങ്കര അഗ്രസീവാണ്. ഒന്നിനെ വേട്ടയാടി കഴിഞ്ഞാലേ അതിനെ കൊല്ലാതെ ഇത് ഒരിക്കലും പോകത്തില്ല എന്ന് പറയുന്നതും റോസ് ആണെങ്കിലോ ഗ്രേഗ് നഷ്ടപ്പെട്ട ആ ഒരു വിഷമത്തിൽ അവൾ കരയുന്നുണ്ട്. അവന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ എന്തു പറയുന്നില്ല പറഞ്ഞ് അവൾ കരയുമ്പോഴത്തേക്കും അതുപോലെ ഈ ഒരു ഷാർക്ക് ആണെങ്കിൽ അവിടെ നിന്ന് നീന്തി പോകുന്നതും ഇപ്പോൾ വാട്ടിനെ പറ്റി ഇവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ സാറ് പറയും അവൻ പറഞ്ഞപ്പോഴേ നമ്മൾ അതെല്ലാം കേൾക്കണമായിരുന്നു. നമ്മളത് കേൾക്കാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചെന്ന് പറയുമ്പോൾ മാക്സ് പറയും
വാട്ട് എന്തായാലും നമ്മളെക്കാൾ ഫാസ്റ്റാണ്. അവൻ ഇത്രയും ഇവിടുന്ന് വെളിയിലേക്ക് പോയിട്ട് മറ്റുള്ളവരുടെ സഹായമായിട്ട് ഇവിടേക്ക് വരുമായിരിക്കും. അതുവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറയും. ഇപ്പോൾ നമ്മുടെ സാറയാണെങ്കിലോ അവൾ ആ ഒരു മാപ്പിൽ നോക്കിയിട്ട് ഓക്കെ, വാട്ട് നമ്മളെ കൊണ്ടുവന്ന ആ ഒരു വഴിയില്ലേ, അതിലേ തന്നെ നമുക്ക് തിരിച്ചു പോവാം. അതുമല്ല അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, ഈ ഒരു ഷാർക്കിൽ വരാൻ കഴിയത്തില്ല, അതിലേ നമുക്ക് പെട്ടെന്ന് വെളിയിലേക്ക് പോവാന്ന് പറയുമ്പോൾ മാക്സ് പറയും ഇല്ല, അതൊരിക്കലും നല്ലതായിട്ട് എനിക്ക് തോന്നില്ല. വാട്ട് വെളിയിലേക്ക് പോയിട്ടുണ്ടാവും, അവൻ ആളെയും കൂട്ടി ഇവിടേക്ക് വരുന്നതുവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാന്നാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാക്സിനെ പറ്റി നമുക്കറിയാലോ, ഒന്നാമതേ വെറുതെ സംസാരമാണ്, അതേപോലെ തന്നെ വാശിയും. ഇതേ സമയം വാട്ടിനെ കാണിക്കുമ്പോഴത്തേക്കും അവൻ ഇപ്പോഴും മരിച്ചിട്ടില്ല. മാക്സ് പറഞ്ഞതുപോലെ തന്നെയാണ്, ഇവൻ ഇപ്പോൾ നേരത്തെ തന്നെ മുന്നിലേക്ക് വന്നിട്ട് അവനിപ്പോൾ അതേ വഴി തന്നെ തിരിച്ചു വരുന്നുണ്ട്. ഇനിയിപ്പോൾ വന്ന വഴിയാണോ ഇനി വേറെ ഏതെങ്കിലും വഴിയാണോ അറിയത്തില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അവൻ അങ്ങനെ വെള്ളത്തിനടിയിലൂടെ പോകുന്നുണ്ട്. അങ്ങനെ കുറേ ദൂരം അവൻ വെള്ളത്തിനടിയിലൂടെ തന്നെ നീന്തിയിട്ട് ഇപ്പോൾ തിരിഞ്ഞു നോക്കിയാണ് വരുന്നത്. പക്ഷെ അവന്റെ പുറകെ ഷാർക്കില്ലാന്ന് തോന്നുന്നു. അങ്ങനെ അവൻ നീന്തി ആ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് അവിടേക്ക് വന്നിട്ട് പെട്ടെന്ന് ആ ഒരു കല്ലിന് മുകളിലേക്ക് കയറാൻ ശ്രമിക്കും. കാരണം ഇപ്പൊ അവന്റെ പിറകെ ആ ഒരു ഷാർക്ക് വരുന്നുണ്ട്. അപ്പൊ അതിനു മുന്നേ തന്നെ അവൻ മുകളിലേക്ക് ആ ഒരു കല്ലിലേക്ക് പിടിച്ചിരുന്ന് ഈ ഷാർക്കിനെ നോക്കുമ്പോഴത്തേക്കും അത് പതിയെ ആ ഒരു ഗ്യാപ്പിലൂടെ നീന്തി വന്ന് അടിയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. പെട്ടെന്നാണ് വാട്ടിന്റെ കാല് തെറ്റി അവൻ താഴെ വീഴുന്നതും ഈ ഷാർക്ക് വെറുതെ ഇരിക്കോ, ഒരിക്കലുമില്ല, അങ്ങനെ വന്ന് അവനെ കടിച്ചെടുത്തോണ്ട് പോകുന്നതും ഇപ്പൊ അവൻ അലറി വിളിക്കുന്ന ആ ഒരു ശബ്ദം ഇവരെല്ലാവരും കേൾക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, വാട്ടിന്റെ കാര്യം അവിടെ വെച്ച് കഴിഞ്ഞു. ഇതുകൂടി കേൾക്കുന്നത് നമ്മുടെ മാക്സിന് അതൊരിക്കലും കഴിയുന്നില്ല. ഇല്ല, ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ സാറ് പറയും ഇനിയിപ്പോൾ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരും വരാൻ പോകുന്നില്ല. അപ്പോൾ ജെയിംസ് പറയും അങ്ങനെയാണെങ്കിലേ വാട്ട് പോയ ആ ഒരു വഴി ഒരിക്കലും നമ്മൾ പോകരുത്, വേറെ ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുക്കണമെന്ന് പറയുമ്പോൾ സാർ ആ ഒരു മാപ്പ് കാണിച്ചിട്ടാണ് പറയുന്നത് ഗൈസ് വേറൊരു വഴിയുണ്ട്, ഈ കടലിലേക്ക് പോകാനായിട്ടൊരു പാസേജ് ഉണ്ട്, അതിലേ നമുക്ക് കടലിലേക്ക് ഇറങ്ങാം, അതുവഴിയെ നമുക്ക് പോകാന്ന് പറയുമ്പോഴത്തേക്കും മാക്സ് പറയും ഇല്ല, നമുക്ക് ഈ ഒരു കേവിന്റെ മാപ്പ് മാത്രമേ ഉള്ളൂ, ആ വഴിയെ പോയാൽ എവിടെ എത്തുമെന്ന് പോലും നമുക്ക് പറയാൻ കഴിയത്തില്ല, അതുകൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യണം. ഇപ്പോഴും മാക്സ് റോസിനോട് പറയുന്നത് റോസ് നീ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യ്, നിന്റെ കാലെല്ലാം ബ്ലീഡ് ആവുന്നുണ്ട്, അതുകൊണ്ട് ആളുകൾ വരുന്നത് വരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, ഇവർക്ക് ഈ ദിവസം മുഴുവനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് ഇവരിറങ്ങിയതിന് ശേഷം ഈ ഒരു കേവ് ക്ലോസ് ചെയ്യും, അതുകൊണ്ട് ഇവിടെ വേറെ ആരും ഉണ്ടാവാൻ പോകുന്നില്ല. ഓക്കെ, എന്തായാലും നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ നിന്ന് പോവാം. അപ്പോൾ നമ്മുടെ സാറ് പറയും ശരി, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് പോയിക്കോ, ഞാൻ റോസിനോടൊപ്പം ഇവിടെ ഇരിക്കാന്ന് പറയുമ്പോഴത്തേക്കും മാക്സ് പറയും ഇല്ല, നമുക്ക് 3 പേർക്ക് പോവാന്ന് പറയും. സാറ് പറയില്ല, റോസിനെ ഇവിടെ വിട്ടിട്ട് എനിക്ക് വരാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ മാക്സ് പറയും ശരി, നീ ആ ഒരു മാപ്പ് താ, ഞാനും ജെയിംസും പോയിട്ട് ആരെങ്കിലും സഹായത്തിനായിട്ട് വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുന്നതും ഇത് നമ്മുടെ റോസിന് അത്ര ശരിയായിട്ട് തോന്നില്ല. റോസ് പറയുന്നുണ്ട് സാറാ ഒരിക്കലും ആ ഒരു മാപ്പ് കൊടുക്കരുത്, ശരിയാവത്തില്ല എന്ന് പറയുമ്പോൾ ജെയിംസും പറയുന്നുണ്ട് അതെ, ഇവരെ ഇവിടെ വിട്ടിട്ട് നമുക്ക് എന്തായാലും പോണ്ട, ആരെങ്കിലും വരുന്നത് വരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ മാക്സ് സാറുടെ കയ്യിൽ നിന്ന് ആ ഒരു മാപ്പ് വാങ്ങിക്കായിട്ട് വരുമ്പോഴത്തേക്കും റോസ് വെട്ടുന്നത് തടയും. പക്ഷെ അവളുടെ പിടി വിട്ട് നേരെ വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നതും അവള് വീണ്ടും ഈ ഒരു പാറയുടെ അടുത്തേക്ക് നീന്തിയവരാണ്. പക്ഷെ ഇവർക്കാണെങ്കിൽ പെട്ടെന്ന് താഴേക്ക് കൈ എത്തത്തില്ല. എന്നാലും അവളെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു ഷാർക്കും അവിടേക്ക് വരുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ നമ്മുടെ റോസിനെ കാണിക്കുമ്പോഴത്തേക്ക് അവൾ കിടക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരു ചെറിയ ഹോളുണ്ട് ഈ ഒരു പാറയിൽ. ഇപ്പൊ ആ ഒരു ഷാർക്ക് നമ്മുടെ റോസിനെ കടിക്കാനായിട്ട് വരുന്നതും ഇവരെല്ലാവരും റോസിനെ വലിച്ചെടുക്കുമ്പോൾ ഈ ഷാർക്ക് നേരെ വന്ന ആ ഒരു ഹോളിലേക്ക് തലയിടിച്ചിട്ട് അവിടെ സ്റ്റക്കായി പോയി. എന്നിട്ട് അതാണെങ്കിൽ അതിന്റെ വാലിട്ട് അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ സാറയ്ക്ക് ഈ ഒരു കാര്യം മനസ്സിലായി, ഈ ഒരു ഷാർക്ക് അവിടെ സ്റ്റക്കായെന്നും പറഞ്ഞ് ഈ ഒരു അവസരം മുതലെടുത്തിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോവാന്നും പറഞ്ഞ് റോസിനെ വിളിക്കുകയാണ്. അവളാണെങ്കിൽ പേടിച്ച് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാർ അവളോട് ഒരുപാട് തവണ പറഞ്ഞ് അവസാനം ഇവള് പേടിച്ച് വീണ്ടും വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നു. ഇപ്പൊ ഈ ഷാർക്കാണെങ്കിലോ പെട്ടെന്ന് ആ ഒരു പാറയും പൊട്ടിച്ചിട്ട് അതും വെളിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ റോസ് വീണ്ടും ഇവരുടെ അടുത്തേക്ക് നീന്തി വരികയാണ്. അങ്ങനെ നീന്തി വരുന്നതും ഈ ഒരു ഷാർക്ക് കുറേ മുന്നിലേക്ക് പോയിട്ട് പിന്നെയും കറങ്ങി നമ്മുടെ റോസിനെ കടിക്കാനായിട്ട് വരുന്നു. റോസ് ആണെങ്കിലോ നീന്തി ഇവരുടെ അടുത്തേക്ക് വന്ന് കൈ പിടിക്കാനായിട്ട് എത്തുന്നതും അതിന് മുന്നേ തന്നെ ആ ഒരു ഷാർക്ക് നമ്മുടെ റോസിനെ കടിച്ചെടുത്തോണ്ടങ്ങ് പോകും. എന്നിട്ട് എന്താണ്, ഇവരുടെ കൺ മുന്നിൽ വെച്ച് തന്നെ റോസിനെ ആ ഒരു ഷാർക്ക് കടിച്ച് കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ നോക്കി നിൽക്കാല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പൊ ഇങ്ങനെ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പോൾ നമ്മുടെ മാക്സ് അവള് പറയും ഓക്കെ, ആ ഒരു ഹണികോംസ് കേവ് അതിനുള്ളിലൂടെ നമുക്ക് പോവാം, കാരണം ഈ ഒരു ഷാർക്കിന് ചെറിയ വഴിയിലൂടെ വരാൻ കഴിയത്തില്ല, അങ്ങനെ നമുക്ക് രക്ഷപ്പെട്ട് പോവാന്ന് പറയുമ്പോൾ സാറ് പറയും നമുക്ക് കടലിലേക്കുള്ള ആ ഒരു വഴിയെ പോവാന്ന് പറയും. അപ്പോൾ മാക്സ് പറയും സാർ ആലോചിച്ച് നോക്ക്, ഈ ഒരു ഷാർക്ക് എവിടെ നിന്നാണ് വരുന്നത്, കടലിൽ നിന്നും, അതുകൊണ്ട് അവിടെ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല, നമുക്ക് ഈ കേവ് വഴി തന്നെ പോവാന്ന് പറയുമ്പോഴത്തേക്കും സാറയ്ക്ക് ഒരിക്കലും അത് ശരിയായിട്ട് തോന്നില്ല. ഇപ്പൊ അതിനെപ്പറ്റി പറഞ്ഞിട്ട് നമ്മുടെ സാറയും മാക്സും രണ്ടുപേരും വഴക്കിടുന്നതും ജെയിംസ് പെട്ടെന്ന് ഒന്ന് നിർത്താവോ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകണം, എന്തായാലും സാറ് പറയുന്നതാണ് കറക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു, അതുപോലെ തന്നെ നമുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ മാക്സ് പെട്ടെന്ന് ഓ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണോ, ഇതിനെല്ലാം കാരണക്കാരി ഞാനാണെന്നാണ് പറയുന്നത് ചോദിക്കുമ്പോൾ ജെയിംസ് പറയും മാക്സ് നീ കുറെ നേരമായിട്ട് തുടങ്ങി,
എന്തു പറഞ്ഞാലും നീ അത് ടെസ്റ്റ് ചെയ്തിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കാണ്. നിന്നോടൊപ്പം നടക്കുന്നത് നരകത്തിന് തുല്യാണെന്ന് അവന്റെ വായിൽ നിന്ന് അറിയാതെ വരുന്നതും മാക്സ് കേട്ടുന്നത്. ഓ അപ്പൊ അങ്ങനെയാണല്ലേ, എല്ലാത്തിനും ഞാനാണ് കാരണം. ശരി, നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ടു പോകാനായിട്ട് ഞാൻ തന്നെ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞു അവള് നേരെ വെള്ളത്തിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. എന്നിട്ട് അവൾ ഒറ്റയ്ക്ക് നീന്തി പോവാണ്. അപ്പോഴാണ് ജെയിംസ്, സാറാ സോറി, ഞാൻ അവളോടൊപ്പം പോവാണ്, അവളെ ഒറ്റയ്ക്ക് വിടാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനും ഇപ്പോൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിട്ട് മാക്സിന്റെ പിറകെ തന്നെ പോകുന്നു. അങ്ങനെ ജെയിംസ് ചാടിയതുകൊണ്ട് സാറയ്ക്കും അവിടെ ഇരിക്കാൻ കഴിയത്തില്ലല്ലോ. സാറയും ഇവരോടൊപ്പം തന്നെ വരുന്നുണ്ട്. എന്നിട്ട് ഇവർ മൂന്നുപേരും ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഈ രണ്ട് വഴികളുടെ നടുവിലാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാറ പറയുന്നത് പോലെ കടലിലേക്ക് പോകാനുള്ള ഒരു വഴിയും പിന്നെ മാക്സ് പറയുന്നത് പോലെ ഈ ഒരു കേവിലൂടെ പുറത്തേക്ക് പോകാനുള്ള വഴിയും. എന്നിട്ട് മാക്സ് ചോദിക്കും, അല്ല ഇപ്പോൾ എന്താ തീരുമാനിച്ചേ? സാറ് പറയും, വേറെ വഴിയില്ല, നീ പറയുന്നത് പോലെ നിന്നോടൊപ്പം തന്നെ വരാമെന്ന് പറയുമ്പോൾ ഓക്കെ ഗൈസ്, എന്നെ വിശ്വസിച്ചേനെ, നമുക്ക് ഈ ഒരു വഴി തന്നെ പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവര് നീന്തി സ്കെൽട്ടൺ കേവ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അവിടേക്ക് വരും. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് വെള്ളത്തിനടിയിലൂടെ നീന്തി വേണം ആ ഒരു കേവിലേക്ക് ഇവർക്ക് എത്താൻ വേണ്ടി. അപ്പൊ അത് ഞാൻ ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് മാക്സ് പെട്ടെന്ന് താഴേക്ക് പോയിട്ട് അവൾ അത് ചെക്ക് ചെയ്തിട്ട് തിരിച്ചു വന്ന് ഓക്കെ കുറെ നേരം ശ്വാസം പിടിച്ചു നിൽക്കണം, ഓക്കെ നമുക്കിത് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാക്സ് പെട്ടെന്ന് ആദ്യം പോകുന്നതും ഇവർക്ക് രണ്ടുപേർക്കും താല്പര്യം എന്നുണ്ടെങ്കിലും രണ്ടുപേരും ഇപ്പോൾ മാക്സിന്റെ പിറകെ തന്നെ പോവാണ്. ഇപ്പൊ ഈ ഒരു വഴി കറക്റ്റ് ആണോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. മാപ്പ് അറിയുന്നത് പോലെയല്ലേ ഇവർ നോക്കിയിട്ട് അങ്ങനെ കുറെ ദൂരം നീന്തുമ്പോഴത്തേക്കും ആ ഒരു ഷാർക്ക് എന്തായാലും ഇപ്പൊ അവരുടെ പിറകെ വരുന്നില്ല. അങ്ങനെ ഇവർ മൂന്നുപേരും അതിലെ നീന്തി ആ ഒരു കേവിലേക്ക് എത്തുന്നതും ഈ ഒരു കേവിനടുത്ത് നിന്ന് ഇനിയിപ്പോ മുകളിലേക്ക് കയറണം. കാരണം മാപ്പിൽ ഇത് കാണിക്കുന്നത് എൻട്രൻസ് ആയിട്ട് ഈ ഒരു കേവ് കണക്ട് ആവുമെന്നാണ്. അതുപോലെ ഷാർക്കിനെ കൊണ്ട് എന്തായാലും ആ ഒരു ഭാഗത്ത് എത്താനും കഴിയത്തില്ല എന്ന് നമ്മുടെ സാറ് പറഞ്ഞിട്ട് ശരി നമുക്ക് മുകളിലേക്ക് കയറാന്ന് പറഞ്ഞു ഇപ്പൊ മൂന്നുപേരും ആ ഒരു പാറയിൽ പിടിച്ചിട്ട് മുകളിലേക്ക് കയറുകയാണ്. ഇപ്പൊ കാല് തെറ്റിക്കഴിഞ്ഞാൽ താഴെ വീഴും. അറിയാലോ ഈ ഒരു പാറയെല്ലാം ഭയങ്കര പഴക്കമുള്ളതാണ്. അതിൽ ജെയിംസിന്റെ കാലാണെങ്കിൽ തെറ്റുന്നുണ്ട്, പക്ഷെ താഴെ വീഴുന്നില്ല. എന്തോ ഭാഗ്യത്തിന് മൂന്നുപേരും മുകളിലേക്ക് കയറിയിട്ട് ഇപ്പൊ മുട്ടിലെഴഞ്ഞു വേണം അങ്ങനെ പോകാനായിട്ട്. കാരണം ചെറിയൊരു വഴിയാണത്. അങ്ങനെ കുറേ ദൂരം സംസാരിച്ചും പറഞ്ഞു. വേറൊന്നല്ല, ജെയിംസിന് ഇവിടെ വെച്ച് മരിക്കാനായിട്ട് പേടി. അതിനെപ്പറ്റി പറഞ്ഞു കുറേ മുന്നിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഈ പാറയെല്ലാം പഴക്കമുള്ളതാണല്ലോ, ഒന്നിലേക്ക് വെച്ച് ചവിട്ടി കൊടുക്കുന്നതും ഇതെല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞങ്ങ് വീഴും. എന്തോ ഭാഗ്യത്തിന് ഇവരുടെ മുകളിലൂടെയല്ല. അത് കണ്ട് പേടിച്ചിട്ട് ഓക്കെ കുറച്ചുകൂടി മുന്നിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് കുറച്ച് മുന്നിലേക്ക് എത്തുമ്പോഴത്തേക്കാണ് എന്തോ ഇപ്പൊ വെളിയിലെ കിളികൾ കരയുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നത്. എന്താന്ന് വെച്ചാല് ഇവർ ആ ഒരു കേവിന്റെ എൻട്രൻസ് ഭാഗത്ത് എത്താറായി. അപ്പൊ ആ ഒരു സന്തോഷത്തില് നമ്മുടെ മാക്സ് ഹേയ് നമ്മൾ എത്തിയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വരുന്നതും അവള് വരുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, അവിടെയുള്ള കല്ലെല്ലാം പൊട്ടിയിട്ട് അവളിപ്പോ താഴേക്ക് വീഴാനായിട്ട് തൂങ്ങി കിടക്കാണ്. ഇപ്പൊ നമ്മുടെ സാറയും ജെയിംസും രണ്ടുപേരും പേടിച്ചിട്ട് മാക്സിനെ എന്തായാലും സാറെ പിടിച്ചു വെച്ചേക്കാണ്. അപ്പോഴാണ് മാക്സ് പറയുന്നത്, നിങ്ങൾ എന്നെ വിടുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് അവള് പേടിച്ച് കരയുന്നതും സാറ ഇപ്പൊ താഴേക്ക് നോക്കിയിട്ട് ഹേയ് മിണ്ടാതിരിക്കേ എന്ന് പറയുമ്പോഴത്തേക്കാണ് കാണിക്കുമ്പോഴത്തേക്കും വേറൊന്നല്ല, അടിയിൽ വെള്ളമുണ്ട്, അതിലൂടെ ആ ഒരു ഷാർക്ക് അങ്ങനെ നീന്തി പോകുന്നു. ഗൈസ് ഇവിടെ ഒരു ഒന്നര സീനുണ്ട്. വേറൊന്നുമല്ല, അവളുടെ കാല് ഈ വെള്ളത്തിൽ തട്ടാറായിട്ടാണ് കിടക്കുന്നത്. ഈ ഷാർക്ക് ആണെങ്കിൽ അത് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ആ ഒരു ഷാർക്ക് അവിടെ എല്ലാം നീന്തുമ്പോഴത്തേക്കും മുകളിൽ നിന്ന് ചെറിയൊരു കല്ല് താഴേക്ക് ഒന്ന് വീഴും. അപ്പൊ അതിനടുത്തേക്ക് ഈ ഒരു ഷാർക്ക് നീന്തി വരുന്നതും അതിന്റെ മുകളിലത്തെ ആ ഒരു ചിറകുണ്ടല്ലോ, അത് നമ്മുടെ മാക്സിന്റെ രണ്ട് കാലിന്റെ നടുവിലൂടെ തട്ടാതെ എങ്ങനെ പോകുന്നൊരു സീനുണ്ട്. തട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു അവളുടെ കാര്യം. ഇപ്പൊ കാണിക്കുമ്പോ പതിയെ മാക്സ് സാറയുടെ കയ്യിൽ നിന്ന് തെന്നി താഴേക്ക് വീഴാണ്. ആ ഷാർക്ക് ഇപ്പോഴും അവിടെ നിന്ന് പോയിട്ടില്ല. അങ്ങനെ തെന്നി എന്തായാലും ആ ഒരു ഷാർക്ക് അവളെ ഒന്നും ചെയ്യുന്നില്ല. കുറേ നേരം കറങ്ങി ഇവളുടെ പിടിയും വിട്ട് താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ജെയിംസിനും അവളെ പിടിക്കാനും കഴിയുന്നില്ല. ഇപ്പൊ വേറെ വഴിയില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഷാർക്ക് അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും മാക്സ് സാറയെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവസാനം എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പിടിയങ്ങ് വിടുന്നതും മാക്സ് നേരെ വെള്ളത്തിലേക്ക് വന്ന് വീഴും. അപ്പൊ ഇത് കണ്ട ജെയിംസ് ആണെങ്കിലോ അവനും പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. ഇപ്പൊ നമ്മുടെ സാറയ്ക്കാണെങ്കിലേ ഈ കേവിന് പുറത്തേക്ക് പോകാമായിരുന്നു, പക്ഷെ അവര് രണ്ടുപേരും വെള്ളത്തിലായതുകൊണ്ട് അവൾ നേരെ വെള്ളത്തിലേക്ക് തന്നെ എടുത്തങ്ങ് ചാടുന്നു. അങ്ങനെ ഇവിടെ നിന്നും ഇനി വെളിയിലേക്ക് പോകണമല്ലോ. അപ്പോൾ നമ്മുടെ സാറ ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവള് വെള്ളത്തിനടിയിലേക്ക് നീന്തി വന്നിട്ട് ഇപ്പൊ നോക്കുമ്പോഴത്തേക്കാണ് ഒരു എയർ പോക്കറ്റ് ഉണ്ട്. അതുവഴിയെ മുകളിലേക്ക് പോകാൻ കഴിയും. പക്ഷെ അത്രയും ദൂരം ശ്വാസം പിടിച്ചു വേണം പോകാനായിട്ട്. അതുകൊണ്ട് സാറ തിരിച്ചു വന്നിട്ട് ഈ ഒരു കാര്യം പറയും, നിങ്ങളെ കൊണ്ട് അത് കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും നമുക്കിതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് മൂന്നുപേരും ഇപ്പൊ ആ ഒരു ചെറിയ ഗ്യാപ്പിലൂടെ തന്നെ നീന്തി ആ ഒരു എയർ പോക്കറ്റ് ഉണ്ടല്ലോ, സോറി അതിലൂടെ വെളിയിലേക്ക് പോകാൻ കഴിയത്തില്ല, ഇവർക്ക് ശ്വാസം പിടിച്ച് അവിടെ നിൽക്കാൻ കഴിയും. എന്നിട്ട് വീണ്ടും നീന്തി അടുത്തൊരു എയർ പോക്കറ്റ് കണ്ടുപിടിച്ച് അങ്ങനെ വെളിയിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് മൂന്നുപേരും നീന്തി ഇപ്പൊ ആ ഒരു എയർ പോക്കറ്റിലേക്ക് വന്നിട്ട് ഓക്കെ ഇവിടെ എയർ കുറവായിരിക്കും, മാക്സിമം നമ്മൾ സംസാരിക്കാതെ പിടിച്ചു നിൽക്കണം. അതേപോലെ തന്നെ സാറ പറയും ഞാൻ പോയിട്ട് അടുത്ത എത്ര ദൂരം ഉണ്ടെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് സാറ ഇപ്പോൾ വെള്ളത്തിനടിയിലേക്ക് പോകുന്നതും ജെയിംസ് പറയും മാക്സ് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, നമ്മൾ ഓക്കെ ആയിരിക്കും എന്ന് പറയുന്നതും സാറ ഇപ്പോൾ തിരിച്ചു വന്നിട്ട്
ഓക്കെ, ഇനി ഒരു എയർ പോക്കറ്റ് ഉണ്ട്, അവിടെ ചെറിയൊരു ഭാഗമുണ്ട്, നമുക്ക് അവിടേക്ക് പോവാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് എന്നും പറഞ്ഞ് 3 പേര് ശ്വാസം പിടിച്ചിട്ട് വീണ്ടും അങ്ങനെ തന്നെ നീന്തി പോവാണ്. ഇപ്പൊ ഇവിടെ നിൽക്കരുത്, കാരണം ഓരോരുത്തർ എത്തി പെട്ടെന്ന് ശ്വാസം എടുത്തിട്ട് വീണ്ടും അടിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഇവർ നീന്തി നീന്തി പോവാണ്. അങ്ങനെ നോക്കി നോക്കി കുറച്ച് മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ആ ഒരു ഷാർക്ക് പെട്ടെന്ന് ഒന്ന് ഇവരെ അറ്റാക്ക് ചെയ്യും. പക്ഷെ അതിന് കടിക്കാൻ കഴിയത്തില്ല, കാരണം ഇവർ പോകുന്നത് ചെറിയൊരു പൈപ്പ് പോലുള്ളൊരു ഭാഗം പോലെയാണ്. പറഞ്ഞു വരുമ്പോഴത്തേക്ക് അങ്ങനെ 2 വശങ്ങളിൽ ഇവർക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് ഈ ഒരു കല്ലും കറികളൊക്കെ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഷാർക്കിനെ പെട്ടെന്നൊന്നും ഇവർ അറ്റാക്ക് ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പൊ ആ ഒരു ഗ്യാപ്പിനുള്ളിലൂടെ തന്നെ ഇവർ നീന്തി നീന്തി അങ്ങനെ കുറെ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ഈ ഒരു ഷാർക്ക് വേറൊരു വഴിയെ വന്ന് നമ്മുടെ സാറയുടെ കാലിലേക്ക് കടിക്കും. കുറെ നേരം അവളെ കടിച്ചു വെച്ചേക്കും. അവളാണെങ്കിലോ അതിന്റെ മൂക്കിലേക്ക് ഇട്ട് ചവിട്ടി ചവിട്ടി ഒരു വിധത്തിൽ വീണ്ടും മുന്നിലേക്ക് പോവാണ്. എന്നിട്ട് അടുത്തൊരു എയർ പോക്കറ്റിലേക്ക് വന്ന് അവിടെ കുറച്ചു നേരം തല പൊക്കിയിട്ട് അപ്പോഴേ താന്ന് അടുത്തടുത്തേക്ക് പോവാണ്. ഇത് കാണുമ്പോഴത്തേക്ക് സത്യം പറയാലോ, കാണുന്നത് നമുക്കാണ് ശ്വാസം മുട്ടുന്നത്. അതുപോലെയാണ് ഇവർ വെള്ളത്തിനടിയിൽ നിന്ന് കാണിക്കുന്നത്. അങ്ങനെ അവിടെ നിന്നും പോകുമ്പോഴത്തേക്ക് ഈ ഒരു ഷാർക്ക് ഇവരെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ നീന്തി നീന്തി ഇവർ വേറൊരു വഴി കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ എല്ലാവരും ചെറിയൊരു ഗ്യാപ്പ് വഴി വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ജെയിംസ് ഉണ്ടല്ലോ, അവൻ ആ ഒരു ഗ്യാപ്പ് വഴി ഉള്ളിലേക്ക് വരാൻ ശ്രമിക്കുന്നതും പെട്ടെന്നൊരു പാറ വന്ന് അവന്റെ കാലിലേക്ക് വീഴും. അത് മറിഞ്ഞു വീഴുന്നതും ഇവനിപ്പോ അവിടെ നിന്ന് അനങ്ങാൻ കഴിയത്തില്ല. ഇവര് രണ്ടുപേരും തിരിച്ചു വന്നിട്ട് അവനെ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, കഴിയുന്നില്ല. അതുമല്ല, കുറെ നേരം അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അവന്റെ ശ്വാസം മുട്ടുമല്ലോ, കാരണം അവൻ കൂടുതലായിട്ടും ബലം പ്രയോഗിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാക്സ് വന്നിട്ട് അവന് ഓക്സിജൻ എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ അതും കഴിയുന്നില്ല. കുറെ നേരം അവനെ കൊണ്ട് നിൽക്കാൻ എന്തായാലും കഴിയത്തില്ല. അതുകൊണ്ട് അവനിപ്പോ മാക്സിനോട് ഐ ലവ് യു എന്ന് പറയുന്നതും വേറെ വഴിയില്ല, അവൻ എന്തായാലും ഇവിടെ മരിച്ചേ മതിയാവും. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ അവൻ അവിടെ തന്നെ കിടക്കുന്നതും ഇപ്പൊ ഇവര് രണ്ടുപേരും നീന്തി പോകുമ്പോൾ പാവം ജെയിംസ് രക്ഷപ്പെടാന്നാണ് വിചാരിച്ചത്. പക്ഷേ അവന് രക്ഷപ്പെട്ടില്ല, അവൻ അവിടെ വെച്ച് മരിക്കുകയാണ്. ഇപ്പൊ ഇതുകൂടിയാവുന്നത് നമ്മുടെ മാക്സിന് ഒട്ടും കഴിയുന്നില്ല. അവൾ കരഞ്ഞോട് പറയുന്നുണ്ട് അവനില്ലാതെ ഞാൻ വരത്തില്ല എന്ന് പറയുമ്പോൾ സാറ പറയും നമുക്ക് വേറെ വഴിയില്ല, പോയേ മതിയാവൂ, എന്തായാലും എന്നോടൊപ്പം നീയും വരണമെന്ന് പറഞ്ഞിട്ട് അവൾക്കും ആ ഒരു ഗോഗിൾസ് എല്ലാം എടുത്തു വെച്ച് ഓക്കെ നമുക്ക് പോവാന്ന് പറഞ്ഞ് വീണ്ടും ഇവര് വെള്ളത്തിനടിയിലൂടെ തന്നെ അടുത്ത ഒരു എയർ പോക്കറ്റ് കണ്ടുപിടിച്ച് അവിടേക്ക് വരുന്നു. എന്നിട്ട് വീണ്ടും വെള്ളത്തിനടിയിലേക്ക് പോകുന്നു. ഇങ്ങനെ കുറേ ദൂരം പോയിട്ട് അവസാനം ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്. അവിടേക്ക് പൊങ്ങി വരുമ്പോഴത്തേക്കാണ് ജെയിംസിന്റെ ശരീരം അവിടെ കിടക്കുന്നു. അപ്പോൾ സാറ് പറയും ഇങ്ങനെയാണെങ്കിൽ ആ ഒരു ഷാർക്ക് ഇവിടെ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരും പേടിച്ചിങ്ങനെ നോക്കി നിൽക്കുന്നത്. പെട്ടെന്ന് ആ ഒരു ഷാർക്ക് വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കടി കിട്ടുന്നില്ല. അതുകൊണ്ട് രണ്ടുപേരും അടുത്തുള്ള ആ ഒരു പാറയുടെ മുകളിലേക്ക് കയറി നിൽക്കുന്നതും ഈ ഷാർക്ക് അങ്ങനെ ചാടി വന്നിട്ട് ഇവരെ കടിക്കാൻ ശ്രമിക്കുകയാണ്. അത് എത്ര ശ്രമിച്ചിട്ട് ഇവരെ കടിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ വേറെ എന്ത് ചെയ്യുമെന്നറിയാതെ സാർ എന്താ ചെയ്യുന്നറിയോ, ജെയിംസിന്റെ ശരീരമല്ല അവന്റെ ശരീരഭാഗം കയ്യോ തലയോ ആണ് അവിടെ കിടക്കുന്നത്. അതെടുത്ത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നതും ഈ ഒരു ഷാർക്ക് അതും കടിച്ചെടുത്ത് അവിടെ നിന്ന് അങ്ങ് പോകുന്നു. അപ്പൊ ഈ ഒരു സമയം മതിയല്ലോ, അതുകൊണ്ട് വീണ്ടും ഇവര് രണ്ടുപേരും വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിട്ട് ഇപ്പൊ കുറെ ദൂരം നീന്തി നീന്തി അവസാനം രണ്ടുപേരും എത്തുന്നതോ ഒരു വലിയ ഗ്യാപ്പില്. അപ്പൊ ഇവിടെ ആണെങ്കിൽ വലിയൊരു പാറയുണ്ട്, അതിന് മുകളിലേക്ക് രണ്ടുപേർക്ക് കയറിയിരിക്കാൻ കഴിയും. ഇപ്പൊ ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഒരു ഒന്നൊന്നര ട്വിസ്റ്റ്. നമ്മുടെ സാറ് ചുറ്റിനെ നോക്കുമ്പോഴത്തേക്കും ഇത് നേരത്തെ കണ്ടതുപോലെയുള്ള സ്ഥലം വേറെ ഒന്നുമല്ല, ഇവരെവിടെ നിന്നാണോ സ്റ്റാർട്ടിങ് തുടങ്ങിയത് അവിടേക്ക് തന്നെ തിരിച്ച് കറങ്ങി എത്തിയേക്കുന്നു. എന്താന്ന് വെച്ചാൽ ആ ഒരു കടലിലേക്ക് പോകാനുള്ള വഴി അവിടെയുണ്ട്, നമ്മുടെ മാക്സ് പറഞ്ഞ വഴിയും മുന്നിലുണ്ട്. അതുവഴി പോയിട്ടാണല്ലോ ഇപ്പൊ അവസാനം ഇവിടെ എത്തിയത്. ഇനിയിപ്പോ സാറയ്ക്ക് മനസ്സിലായി ഇനി മാക്സ് പറയുന്നത് കേട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് സാറ തന്റെ കയ്യിലുള്ള ആ ഒരു ബാഗ്, അതിലൊന്ന് രണ്ട് കയറും വേറെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം എടുത്തിട്ട് അവളിപ്പോ റെഡി ആവുന്നു. അപ്പോഴാണ് മാക്സ് പറയുന്നത് അല്ല ഇപ്പോ ജെയിംസിന്റെ മരണത്തിന് കാരണക്കാരി ഞാനാണെന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ സാറ് പറയും ഒരിക്കലും അല്ല, പക്ഷെ നമുക്കറിയാലോ ഇവിടെ തന്നെയാണ് കാരണക്കാരി. നമ്മുടെ സാറ പറഞ്ഞതുപോലെ കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ രക്ഷപ്പെട്ട് പോയേനെ. ഇപ്പൊ അതെല്ലാം പറഞ്ഞ് നമ്മുടെ മാക്സ് കരയുമ്പോഴത്തേക്കും സാർ അവളെ സമാധാനിപ്പിക്കും. പക്ഷെ ഇത്രയൊക്കെ ആയിട്ട് മാക്സ് അവൾ ചെയ്ത തെറ്റെന്താണെന്ന് അംഗീകരിക്കുകയാണോ? അവൾ ഇപ്പോഴും പറയുന്നത് എക്സിറ്റ് ആ സൈഡിലാണ് സാറ എന്നാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പോയിട്ട് ഒരു കറക്കം കറങ്ങി വന്നതും പോരാ, ഇനിയും അതുവഴി തന്നെ പോകണമെന്ന്. അപ്പോൾ സാറ് പറയും ശരി നീ ഇവിടെ തന്നെ ഇരിക്കും, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് മാക്സിനെ അവിടെ ഇരുത്തിയിട്ട് സാറ ഇപ്പൊ അതിലേ വന്ന് നോക്കുമ്പോൾ ആ ഒരു വവ്വാലികളെയൊക്കെ കണ്ടല്ലോ, ആ ഒരു വഴി ഒരു കണ്ടുപിടിക്കും. അവിടെ വരുമ്പോഴത്തേക്കാണ് ഈ വവ്വാലികളെ കടിക്കാൻ വേണ്ടി ഈ സ്രാവ് താഴെ നിന്ന് മുകളിലേക്ക് ചാടുന്നുണ്ട്. അത് നമ്മുടെ സാറ് കുറച്ചു നേരം നോക്കി നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പിറകിലൂടെ മാക്സ് കയറി വരാണ്. ഇവളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞതാണ്, പക്ഷെ ഇവള് കേൾക്കോ ഇല്ല. സാറ് ചോദിക്കും നീ എന്തിനാ ഇവിടെ വന്നേ ചോദിക്കുമ്പോൾ ഇവള് പെട്ടെന്ന് ദേ അതാണ് ബ്ലൂ ടണൽ, അതാണ് എക്സിറ്റ് എന്ന് പറയുന്നതും വാട്ട് ഇവിടേക്ക് വരുമ്പോൾ പറഞ്ഞിരുന്നല്ലോ ഈ ഒരു സ്ഥലം നോട്ട് ചെയ്യണം, ഇതാണ് എക്സിറ്റ് നമുക്ക് പോയേണ്ടതെന്ന്. അതുകൊണ്ട് മാക്സ് സാറ് പറയുന്നത് കേൾക്കാതെ ആ ഒരു വഴിയെ പോവാണ്. ഇപ്പോൾ വേറെ വഴിയില്ലാതെ സാറേയും പിറകിലൂടെ തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു ഷാർക്ക് കിടന്ന് ചാടുന്ന ആ ഒരു ഭാഗമല്ല, അതിന് സൈഡിലൂടെ മൂർച്ചയുള്ള കല്ലുകളുണ്ട്, അതിന്റെ ഇടയിലൂടെയാണ് ഇവർ നീന്തി പോകുന്നത്. കാരണം ഒരു വശത്തുകൂടെ നീന്തി പോകുന്നു. കൂടാതെ ഈ ഒരു മാക്സ് വേണുണ്ടല്ലോ, ഇവളാണെങ്കിൽ അടങ്ങിയിരിക്കാതെ വെറുതെ അത് എവിടെ പോയി അത് എപ്പോൾ വരുമെന്നല്ല പറഞ്ഞിട്ട് ഇവള് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സാറയാണെങ്കിലോ
അവളുടെ തലയിലുള്ള ആ ഒരു ടോർച്ച് ഓഫാക്കിയിട്ട് മുന്നിലേക്ക് പോകാൻ പറയുന്നതും ഇവളിപ്പോ പറയും ഇല്ല, വഴി എങ്ങനെ കണ്ടുപിടിക്കുമെന്നല്ല ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ സാറ മാത്രം സമാധാനമായിട്ട് ഓക്കെ, നിന്റെ ലൈറ്റ് ഓൺ ആക്കിയിട്ട് പെട്ടെന്ന് ഓഫ് ചെയ്യും, അതൊരിക്കലും നമ്മളെ കണ്ടുകൂടാ എന്ന് പറയുന്നതും മാക്സ് ഇപ്പോൾ തിരിഞ്ഞിട്ട് അവളുടെ ലൈറ്റ് ഓൺ ആക്കി വഴി എവിടെയാണെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് ഓഫ് ചെയ്യും. എന്നിട്ട് വീണ്ടും മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ മാക്സ് പിന്നെ ലൈറ്റ് ഓൺ ആക്കും. അപ്പൊ സാറാ നീ എന്തായി കാണിക്കുന്നേ, ഓഫാക്കാൻ പറഞ്ഞിട്ട്. ഇല്ല, വഴി കാണാനായിരുന്നു എന്ന് പറഞ്ഞ് അവൾ ഓഫാക്കി വീണ്ടും മുന്നിലേക്ക് പോവാണ്. അങ്ങനെ പേടിച്ച് കുറച്ച് മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു ഷാർക്ക് ഇവരുടെ പിറകെ വരുന്നുണ്ട്. പക്ഷെ ഇവരെ കാണുന്നില്ല, അറ്റാക്കും ചെയ്യുന്നില്ല. പകരം വേറെ ആരുടെ ശരീരം ഇപ്പോൾ മുകളിലേക്ക് പൊങ്ങി വരുന്നതും നമ്മുടെ മാക്സ് ശബ്ദം ഉണ്ടാക്കാനായിട്ട് വരുമ്പോൾ സാർ അവളുടെ വായങ്ങ് മൂടും. എന്നിട്ട് പറയും ദേ അവിടേക്ക് നോക്ക്, ബ്ലൂ ടണലുണ്ട്. ആ ഷാർക്ക് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അവിടേക്ക് പോകണം. ഒരു കാരണവശാലും ആ ഒരു ഷാർക്കിന് പിടി കൊടുക്കരുത്. അങ്ങനെ രണ്ടുപേരും പതിയെ നീന്തി കുറച്ച് മുന്നിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സാറ വിട്ടുന്ന അടുത്തുള്ള ഒരു പാറയുടെ മുകളിലേക്ക് കയറിയിട്ട് മാക്സ് അവിടെ നിൽക്ക്, ഇതിലേക്ക് കയറാൻ പറയുമ്പോൾ അവൾ കയറത്തില്ല. അവൾ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ബ്ലൂ ടണല് കുറച്ചുകൂടി അടുത്താണ്. അതുകൊണ്ട് നമ്മൾ എത്തിയെന്നും പറഞ്ഞ് ഇവള് പെട്ടെന്ന് നീന്താൻ തുടങ്ങും. സത്യം പറയൽ ഈ ഒരു മാക്സ് വേണ്ട പറഞ്ഞ കേൾക്കത്തില്ല. ഇപ്പൊ സാറ എത്ര പറഞ്ഞിട്ട് അവൾ കേൾക്കാതെ നീന്തി കുറച്ച് മുന്നിലേക്ക് ചെല്ലുമ്പോൾ ആഹാ വേറൊന്നുമല്ല, ആ ഒരു ഷാർക്ക് അവളെ ഇപ്പൊ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നതും ഈ കാര്യം നമ്മുടെ സാറ മാക്സിനോട് പറയുമ്പോൾ മാക്സ് പെട്ടെന്ന് നീന്താണ്. ഇപ്പൊ മാക്സ് നീന്തി ആ ഒരു ഷാർക്ക് കടിക്കുന്നതിന് മുന്നേ തന്നെ അടുത്തുള്ള ഒരു പാറയുടെ മുകളിലേക്ക് കയറിയിരിക്കുന്നതും ഈ ഷാർക്ക് നല്ല വേഗതയിൽ വന്നിട്ട് ആ പാറയിലേക്ക് ഇടിക്കുന്നു. ഇവളെ ഇടിച്ച് താഴെ ഇടാൻ ശ്രമിക്കുകയാണ്. അതുമല്ല ആ ഒരു ഷാർക്ക് അങ്ങനെ ഇടിക്കുമ്പോഴത്തേക്കാണെങ്കിലും മുകളിൽ നിന്നും പാറ പൊളിഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ സാറയാണെങ്കിൽ മാക്സിനെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ വെള്ളത്തിൽ കൈയിട്ടടിക്കുന്നു, ആ ഒരു ഷാർക്കിന്റെ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ഒരു ഷാർക്ക് ഒരു വിധത്തിലും മാറുന്നില്ല. അത് നിർത്താതെ നമ്മുടെ മാക്സിന്റെ അടുത്തേക്ക് ഒന്ന് ഇടിച്ചിടിച്ച് ഇപ്പൊ ഇവർക്ക് പോകാനായിട്ടുള്ള ആ ഒരു വഴിയുണ്ടല്ലോ, അതും വലിയ പാറകൾ വീണിട്ട് അടയാൻ തുടങ്ങുന്നുണ്ട്. മാക്സിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവളും പേടിച്ചിരിക്കുന്നു. ഈ ഷാർക്ക് നിർത്താതെ അവളുടെ അടുത്ത് ഇടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരവസരത്തിൽ അവളുടെ കയ്യിലേക്ക് ഒരു വലിയ പാറ വന്ന് വീണിട്ട് അവള് പേടിച്ച് അപ്പോഴവിടെ ഇരിക്കുന്നതും നമ്മുടെ സാറ അവളുടെ കയ്യിലിരിക്കുന്ന ഒരു ഫ്ലെയർ ലൈറ്റ് ഉണ്ട്, അതെടുത്ത് അങ്ങനെ കത്തിച്ചിട്ട് ഇവിടേക്ക് വരാൻ പറയുന്നതും ഈ ഒരു വെട്ടം കണ്ട ഷാർക്ക് നമ്മുടെ സാറയുടെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ നീന്തി വന്ന് ഇത് വാ തുറന്ന് സാറയെ കടിക്കാനായിട്ട് വരുന്നതും സാറ ഒരു ഫ്ലെയർ ലൈറ്റ് എടുത്തിട്ട് അതിന്റെ വായിലേക്ക് ഇട്ട് കൊടുക്കും. അതും കടിച്ചു പിടിച്ച് വെള്ളത്തിലേക്ക് പോകുന്നു. ഈ ഗ്യാപ്പിൽ നമ്മുടെ സാറ അങ്ങനെ വെള്ളത്തിലേക്ക് ചാടി നേരെ നീന്തി മാക്സിനടുത്തേക്ക് വരും. എന്നിട്ടാണ് മാക്സിനോട് പറയുന്നത് ഓക്കെ നീ ഓക്കെ അല്ലേ, നിനക്കിപ്പോ നീന്താൻ കഴിയുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ കൈ വന്ന് വീണിട്ട് ആകെ പേടിച്ച് അവളുടെ തല കറങ്ങി നേരെ വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നു. ഇപ്പൊ സാറ എന്താ ചെയ്യുന്നേ, നമ്മുടെ മാക്സിനെ അങ്ങനെ പിടിച്ചിട്ട് അവളെയും വലിച്ചെടുത്ത് നീന്തി വീണ്ടും ആ ഒരു വവ്വാരികൾ കിടന്ന് കറങ്ങുന്ന ആ ഒരു ഭാഗം അവിടേക്ക് തന്നെ വരും. കാരണം ഇവർക്ക് പോകാനായിട്ടുള്ള ആ ഒരു വഴി മുഴുവനായിട്ടും ഈ പാറകൾ കൊണ്ട് അടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവർ വീണ്ടും തിരിച്ച് നമ്മുടെ സാറ് പറയുമല്ലോ ഈ കടലിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു വഴി അവിടേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അങ്ങനെ നമ്മുടെ മാക്സ് ഇല്ല നമ്മളെ കൊണ്ട് എവിടെയും പോകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ കരയുന്നതും സാർ അവളുടെ അടുത്തിരുന്ന് അവൾക്ക് കുറച്ച് മോട്ടിവേഷൻ എല്ലാം കൊടുത്ത് ഇപ്പോൾ മാക്സ് കുറച്ച് ഓക്കെ ആയി. പക്ഷെ അവളുടെ കയ്യിന് നല്ല പരിക്കുണ്ട്. അങ്ങനെ സാറ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് നേരെ നീന്തി ആ കടലിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു വഴിയുണ്ടല്ലോ അതിന് മുകളിലേക്ക് ആ ഒരു കല്ലിൽ പിടിച്ചിട്ട് വലിഞ്ഞു കയറും. മാക്സ് നോക്കുമ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ല, അവളെ പിടിച്ച് മുകളിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ മുകളിലേക്ക് കയറിയിട്ട് താഴേക്ക് നോക്കുമ്പോൾ താഴെ കടലാണ്, പക്ഷേ നല്ല താഴ്ചയുണ്ട്. അവിടേക്ക് ഇറങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അത് കണ്ടിട്ട് സാറ ഇപ്പോൾ തിരിച്ച് ഒരു പ്രതീക്ഷയില്ലാതെയാണ് ഇറങ്ങി വരുന്നത്. എന്നിട്ട് മാക്സിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും അവിടെ താഴെ നല്ല പാറകളുണ്ടെന്ന് പറയുമ്പോൾ മാക്സ് പറയും അങ്ങനെയാണെങ്കിൽ നമ്മൾ പാറയിൽ വീണ് മരിച്ചു പോകും, അതൊരിക്കലും കഴിയത്തില്ല, നീയല്ലേ പറഞ്ഞേ ഇവിടെ വന്നാലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന്. ഇപ്പോൾ സാറ് പറയും ഓക്കെ നമുക്ക് എന്തായാലും അവിടെ നിന്നിട്ട് തിരമാല നല്ലതുപോലെ വരുമ്പോഴത്തേക്കും അപ്പോൾ താഴേക്ക് ചാടാം. ഒരു പക്ഷെ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ, ഞാൻ ആദ്യം പോയിട്ട് ഞാൻ താഴേക്ക് ചാടി എൻ്റെ കൈയും കാലും ഒടിഞ്ഞ് ഞാൻ മരിക്കും, നിന്റെ ഷാർക്ക് കടിച്ച് എന്തായാലും കൊല്ലും എന്ന് സാറ് സിമ്പിളായിട്ട് ഇപ്പൊ അവളെ പേടിപ്പിക്കാത്ത രീതിയിൽ ഇങ്ങനെ പറയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറേ നേരം അവരവിടെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ രാത്രിയാവുന്നതും ആ ഒരു ഷാർക്ക് ഇവരുള്ള ആ ഒരു ഭാഗത്തേക്ക് നീന്തി വരുന്നുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ സാറ അവിടെ നിന്ന് നീന്തി പാതിയെ ആ ഒരു വഴിയുണ്ടല്ലോ ആ ഒരു ഗ്യാപ്പ് അതിന് മുകളിലേക്ക് കയറിയിട്ട് ഇപ്പൊ താഴേക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു കയറും വെച്ചിട്ട് സാറ രക്ഷപ്പെടാനായിട്ട് നിൽക്കുന്നു. അപ്പോഴാണ് നമ്മുടെ മാക്സ് താഴെ നിന്ന് ചോദിക്കുന്നത് സാറ നീ എന്താ ചെയ്യുന്നേ, ഇതിന് കാരണം ഞാനാണെന്ന് ഒരിക്കലും പറയരുത്, അതേപോലെ തന്നെ എന്നെ വിട്ടിട്ട് പോകരുത്, ഞാനും വരുന്നതെന്നും പറഞ്ഞ് അവള് പെട്ടെന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതും സാറ ഇപ്പോ സഹായിക്കാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇപ്പൊ കാണിക്കുമ്പോൾ അവളുടെ പിറകെ ഷാർക്ക് വരുന്നുണ്ട്. എന്നിട്ട് സാറ ഒന്നും മിണ്ടുന്നില്ല. മാക്സ് പറയും സാറാ നീ ഇപ്പോ ഒരുപാട് മാറിയിട്ടുണ്ട്, എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സാറ പറയും ആളുകളാവുമ്പോഴത്തേക്കും മാറുമെന്നും പറഞ്ഞ് അവളിപ്പോൾ രക്ഷപ്പെട്ട് പോകുന്നതും സാറ അവളെ ചതിച്ചു എന്ന് വിചാരിക്കുമ്പോൾ അത് വെറും സ്വപ്നമായിരുന്നു, നമ്മുടെ സാറയുടെ സ്വപ്നമായിരുന്നു. ഇവര് രണ്ടുപേരും ആ ഒരു വെള്ളത്തിന്റെ നടുവിൽ തന്നെ പാറയ്ക്ക് മുകളിൽ കിടപ്പുണ്ട്. അങ്ങനെ സാറ കണ്ണുറക്കുമ്പോഴത്തേക്കും
മാക്സും കണ്ണുറന്ന് ഇപ്പൊ കരയുന്നു. എന്നിട്ടാണ് പറയുന്നത്, നീ ഇപ്പൊ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് കിടന്ന് മരിക്കാൻ പോവാണ്, അതിലേ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് മാക്സ് കരയുമ്പോഴത്തേക്കും സാറ പറയും, ഇല്ല, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ നിന്ന് പുറത്തു പോകും. എൻ്റെ ഈ ഉടഞ്ഞ കൈ വെച്ചിട്ട് ഞാൻ എങ്ങനെ കയറുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കഴിയുമെന്നും പറഞ്ഞിട്ട് എന്നെ വിശ്വസിക്കാൻ പറഞ്ഞ് സാറ മാക്സിനെ കൊണ്ട് നേരെ അവിടേക്ക് വന്ന് സാറ ഇപ്പോൾ മുകളിലേക്ക് കയറും. അങ്ങനെ സാറ ഒരു വിധത്തിൽ മുകളിലേക്ക് വന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും മാക്സ് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ സാറ് പറയും, മാക്സ് തിരിച്ച് ആ ഒരു പാറയിലേക്ക് തന്നെ പോയിരിക്കേ, ഞാൻ നിന്നെ രക്ഷിക്കാനായിട്ട് വരാമെന്ന് പറയുമ്പോൾ അവൾ പറയും, ഇല്ല ഞാനും വരുന്നു, എന്നെ കൂടി കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അവൾ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ സാറ് ചോദിക്കും, ശരി നിന്നെ കൊണ്ട് മുകളിലേക്ക് കയറാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അവൾ ആ ഒരു ഒറ്റ കൈയും വെച്ചിട്ട് ഈ പാറയിൽ ചവിട്ടി മുകളിലേക്ക് വരികയാണ്. പിടി വിട്ടു കഴിഞ്ഞാൽ കഴിഞ്ഞു. പറഞ്ഞു തീർന്നില്ല, ദേ താഴേക്ക് വന്ന് വീഴുന്നു. എന്നിട്ട് നീന്തി കരയിലേക്ക് വരുന്നതും ഇപ്പൊ സാർ ആ ഒരു കയറെടുത്ത് അവളുടെ അടുത്തേക്ക് ഇട്ട് കൊടുത്തിട്ട്, ദേ ഈ ഒരു കയറിൽ പിടിച്ചോ എന്ന് പറഞ്ഞ് ഈ മുകളിലുള്ള എന്തോ ഒരു മരമുണ്ട്, അതിന്റെ വേരിൽ ഈ കയറങ്ങ് കെട്ടും. എന്നിട്ട് നമ്മുടെ സാറേയും ആ ഒരു കയറ് ടൈറ്റായിട്ട് പിടിച്ചേക്കാണ്. അപ്പോഴേക്കും മാക്സ് ആണെങ്കിലും ഇപ്പോൾ പതിയെ പതിയെ കയറിലും പിടിച്ച് ഈ കല്ലിലും ചവിട്ടി തെന്നി വീണാലും അവൾ പതിയെ പതിയെ മുകളിലേക്ക് കയറുന്നുണ്ട്. പക്ഷെ അവിടെയാണ് ഒരു ട്വിസ്റ്റ്. ഇപ്പോൾ പെട്ടെന്ന് താഴ്ന്ന ആ ഒരു ഷാർക്ക് അങ്ങനെ ചാടി വന്ന് മാക്സിന്റെ കാലിലേക്ക് പിടിച്ചിട്ട് അവളെയും കടിച്ചെടുത്ത് വെള്ളത്തിലേക്ക് അങ്ങ് പോവും. അതുമല്ല, കയറിന്റെ മറ്റേറ്റം നമ്മുടെ സാറയുടെ കയ്യിലാണല്ലോ, അതുകൊണ്ട് സാറേയും കൂടെ വെള്ളത്തിലേക്ക് വന്ന് വീണ് ഇപ്പൊ ആ ഒരു ഷാർക്ക് ഇവരെ രണ്ടുപേരെയും വലിച്ചെടുത്തോട്ട് പോവാണ്. അങ്ങനെ കുറെ ദൂരം ഈ ഒരു ഷാർക്ക് നീന്തി നീന്തി നമ്മുടെ സാറ ഈ ഷാർക്കിനോടൊപ്പം പോയിട്ട് അവസാനം അവളുടെ കയ്യിലുള്ള ആ ഒരു കത്തിയെടുത്ത് ഈ കയറങ്ങ് കട്ട് ചെയ്ത് വിടും. ഇപ്പോൾ നമ്മുടെ സാറ മുകളിലേക്ക് വരുമ്പോഴത്തേക്കും അവൾ ഇപ്പോ എത്ര ദൂരാകരെയാണെന്നറിയോ. അതുമല്ല, നമ്മുടെ മാക്സ് ആണെങ്കിലോ മരിക്കുകയും ചെയ്തു. ആ ഒരു വിഷമത്തില് സാർ അവിടെ കുറച്ചു നേരം കരഞ്ഞിട്ട് ഇപ്പൊ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഇവരെ ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒരിടത്തിരുന്ന് ഫോട്ടോ എടുത്തിരുന്നല്ലോ, ആ സ്ഥലമാണിത്. അതുമല്ല, അവിടെ വെച്ചിട്ട് ഗ്രേഗ് ഏതൊരു കല്ലിൽ പിടിക്കുമ്പോഴത്തേക്കും പാട്ട് പറയുന്നുണ്ടായിരുന്നു, ഈ കല്ല് ഭയങ്കര വീക്കാണെന്നും അതിൽ പിടിക്കരുതെന്നും. അത് മനസ്സിലാക്കി നമ്മുടെ സാറ ഈ ഷാർക്കിനെ കൊല്ലാതെ എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവിടെ താങ്ങി നിൽക്കുന്ന വലിയൊരു പാറയുണ്ട്, അതിനടിയിലുള്ള ആ ഒരു ഭാഗം കത്തി കൊണ്ട് കുത്തി പൊട്ടിക്കുകയാണ്. അത് പെട്ടെന്ന് പൊട്ടുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് സാർ എന്താ ചെയ്യുന്നറിയോ, ആ ഒരു പാറയിൽ അങ്ങനെ പിടിച്ചു നിന്നിട്ട് അവളുടെ കാല് രണ്ടും വെള്ളത്തിലേക്ക് ഇടും. എന്നിട്ട് ഈ ഒരു ഷാർക്ക് വരാൻ വേണ്ടി കാലിട്ടിങ്ങനെ അനക്കാണ്. പക്ഷെ ആ ഒരു ഷാർക്ക് വരുന്നില്ല. അപ്പോൾ അവൾ പറയും, ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിലേക്ക് വരാൻ പറയും. ഈ ഷാർക്കിനോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ലെന്നറിയാം, എന്നാലും ആ പേടിയിൽ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. അപ്പോഴും അത് വരാത്തത് കൊണ്ട് അവള് ദേഹത്തുള്ള ആ ഒരു രക്തം എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നതും ഇതിന്റെ സ്മെല്ലടിച്ചിട്ട് ആ ഒരു ഷാർക്ക് ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങനെ അത് നീന്തി നീന്തി വരുമ്പോഴത്തേക്കും സാറ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഇത് അടുത്തേക്ക് കടിക്കാനായിട്ട് വരുമ്പോൾ അവള് കാലങ്ങ് പൊക്കി കൊടുക്കും. ഈ ഷാർക്കാണെങ്കിലോ പാറയിലേക്ക് വന്നൊരു ഒറ്റയിടി. അപ്പൊ പാറയുടെ അടിയിലുള്ള കുറച്ച് ഭാഗം ഇടിഞ്ഞു. എന്നിട്ട് വീണ്ടും കാല് വെള്ളത്തിലേക്കിടും. അങ്ങനെ ഇത്തവണയും കുറെ നേരം കാലിട്ട് ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും അത് കുറച്ച് ദൂരെ പോയിട്ടോ അങ്ങനെ നല്ല സ്പീഡിന് വന്ന് കാലിൽ കടിക്കാൻ വരുമ്പോൾ അവൾ കാല് വെക്കുന്നു, ഈ പാറയിലേക്ക് വന്ന് ഇടിക്കുന്നു. ജെയിംസ് പറഞ്ഞതുപോലെ ഇത് അഗ്രസീവായിട്ടുള്ള അതിന്റെ ഇരയെ കൊല്ലാതെ ഒരിക്കലും വെറുതെ വിടത്തില്ല. അതുകൊണ്ട് അത് പിന്നെയും വരുമെന്ന് സാറയ്ക്കറിയാം. അങ്ങനെ വീണ്ടും അതിനെ ഇതുപോലെ ഇട്ട് ദേഷ്യം പിടിപ്പിക്കുന്നതും ഈ ഷാർക്കും എന്തോ രണ്ട് കൽപ്പിച്ച് വരുവാണെന്ന് തോന്നുന്നു. ഇത്രയും നേരം അവള് കാലിട്ട് കളിപ്പിച്ചപ്പോ ഇത്തവണ ഷാർക്ക് നല്ല വേഗതയിൽ വന്നിട്ട് എന്താ ചെയ്യുന്നറിയോ, ചാടി അവളെ കടിക്കാനായിട്ട് വരുന്നു. പക്ഷേ അവിടെയാണ് നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് പിടിവിട്ട് വെള്ളത്തിലേക്ക് വീഴുന്നതും ഈ ഷാർക്ക് വന്ന ആ ഒരു കല്ലിലേക്ക് ഇടിച്ച് ഇപ്പോൾ മുകളിലുള്ള വലിയ പാറ അങ്ങനെ ആ ഒരു ഷാർക്കിന്റെ മുകളിലേക്ക് വന്ന് വീണിട്ട് ഷാർക്കിന്റെ കാര്യം അവിടെ വെച്ച് തന്നെ കഴിഞ്ഞു. അങ്ങനെ ആ ഒരു ഷാർക്കിന്റെ കഥ അതോടെ കഴിയുന്നതും നമ്മുടെ ഹീറോയിനും സാറയും ആ ഒരു ഫോഴ്സിൽ നേരെ താഴേക്ക് വന്ന് വീഴുന്നുണ്ട്. അങ്ങനെ വെള്ളത്തിനടിയിലേക്ക് പോയിട്ട് അവളിപ്പോൾ തിരിച്ച് മുകളിലേക്ക് പൊങ്ങി വരുന്നതും പൊങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു പാറ ഇടിച്ച ഇടിയില് വേറെ ഏതോ ഒരു ഭാഗത്തുള്ള പാറയെല്ലാം ഇടിഞ്ഞു വീണ് അവിടെ വലിയൊരു വഴി അവൾക്ക് കാണുന്നുണ്ട്, സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്. അങ്ങനെ സാറ അതുവഴിയെ മുകളിലേക്ക് കയറി നിൽക്കുന്നതും ദേ ഇപ്പോ ആ ഒരു വലിയ കേവിന്റെ ഈ ഭാഗത്താണ് സാറ നിൽക്കുന്നത്. അതെന്തായാലും ഇതിന്റെ എൻട്രൻസ് ഉണ്ടല്ലോ ആ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു. അവിടെ ചില ബോട്ടുകളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അതുകൊണ്ട് എന്തായാലും അവര് സാറയെ രക്ഷപ്പെടുത്തുന്നത് നമുക്ക് എന്തായാലും അറിയാം. അതോടെ ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു നല്ല മൂവി ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.